അപ്പോൾ ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡെറിവേഷൻ ഓഫ് സ്ട്രെസ് കമ്പോണൻസ് ഡ്യൂ ടു സ്ട്രെസ് കോൺസെൻട്രേഷൻ അറൗണ്ട് എ സ്മോൾ ഹോൾ ഇൻ എ ലാർജ് പ്ലേറ്റ്. ഇവിടെ നമ്മൾ സ്ട്രെസ് കമ്പോണൻസിൻ്റെ ഡെറിവേഷനാണ് പറയുന്നത് ഡ്യൂ ടു എന്താണ് സ്ട്രെസ് കോൺസെൻട്രേഷൻ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ സ്ട്രെസ് കോൺസെൻട്രേഷൻ എന്താണെന്നുള്ളതിൻ്റെ ഇൻട്രൊഡക്ഷൻ നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ അവിടെ നമ്മളൊരു ലാർജ് പ്ലേറ്റ് ആണ് നമ്മളവിടെ കൺസിഡർ ചെയ്തത്, തിൻ ലാർജ് പ്ലേറ്റ് ആണ് അവിടെ കൺസിഡർ ചെയ്തത്. അപ്പോൾ തിൻ എന്ന് പറയുമ്പോൾ നമുക്കറിയാം അതിൻ്റെ തിക്നെസ് എന്ന് പറയുന്നത് എന്താണ്, യൂണിറ്റിയാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ അത് ഏത് കണ്ടീഷനാണ്, പ്ലെയിൻ സ്ട്രെസ് കണ്ടീഷനാണ് ഇവിടെ വാലിഡ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു തിൻ ലാർജ് പ്ലേറ്റിൽ ഒരു യൂണിഫോം ആയിട്ടൊരു ടെൻസൈൽ സ്ട്രെസ് ആക്ട് ചെയ്യുന്നുണ്ട്. അതാണ് എന്തെന്ന് പറയുന്നത്, എസ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ സെൻറ്ററിൽ ചെറിയൊരു ഹോൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് എ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ ഹോളിൻ്റെ പ്രസൻസ് കാരണം സ്വാഭാവികമായിട്ടും ഈ ഹോളിൻ്റെ സറൗണ്ടിങ്ങിൽ എന്തുണ്ടാവുന്നുണ്ട്, ഒരു സ്ട്രെസ് കോൺസെൻട്രേഷൻ ഉണ്ടാകുന്നുണ്ട്. ആ സ്ട്രെസ് കോൺസെൻട്രേഷൻ്റെ എഫക്റ്റ് എന്ന് പറയുന്നത് ഒരു ലോക്കലൈസ്ഡ് റീജിയണിൽ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഒരു ഇമാജിനറി സർക്കിൾ വരച്ചിരിക്കുന്നത്. ഈ ഇമാജിനറി സർക്കിളിൻ്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് ഈ പ്ലേറ്റിൻ്റെ വിഡ്ത്തിന് ഈക്വലൻ്റ് ആണ്. അപ്പോൾ അക്കോർഡിംഗ് ടു സെയിൻറ്റ് പ്രിൻസിപ്പിൾ നമുക്കറിയാം ഈ ഇവിടെ ഉണ്ടാകുന്ന ലോക്കലൈസ്ഡ് ഡിസ്റ്റർബൻസസ്, ആ സ്ട്രെസ്സിലുണ്ടാകുന്ന ലോക്കലൈസ്ഡ് ഡിസ്റ്റർബൻസസ് എന്ന് പറയുന്നത് ആ ഒരു പ്ലേറ്റിൻ്റെ വിഡ്ത്തിന് ഈക്വലൻ്റ് ആയിട്ടൊരു ഡയമീറ്ററിൽ ഒരു സർക്കിൾ വരച്ചു കഴിഞ്ഞാൽ ആ ഒരു സർക്കിളിനകത്തിലായിരിക്കും ഈ സ്ട്രെസ് കോൺസെൻട്രേഷൻ്റെ എഫക്റ്റ് ഉണ്ടാകത്തുള്ളൂ. അതിൻ്റെ ബിയോണ്ട് ആയിട്ടുള്ള റീജിയനിൽ സ്ട്രെസ് കോൺസെൻട്രേഷൻ കാരണം ഉണ്ടാകുന്ന സ്ട്രെസ്സിനുണ്ടാകുന്ന ഡിസ്റ്റർബൻസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ബി റേഡിയസ് ഉള്ള ഒരു എക്സ്റ്റേണൽ ഒരു ഇമാജിനറി സർക്കിൾ നമ്മൾ വെളിയിൽ വരച്ചിരിക്കുന്നത്. ഓക്കെ, ഇനിയും ഇവിടെ നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത് ഓൾറെഡി ഞാൻ പറഞ്ഞു സ്ട്രെസ് കമ്പോണൻസിൻ്റെ ഇക്വേഷൻസ് ആണ് ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ നമ്മൾ ഹൊറിസോണ്ടലിൽ നിന്ന് തീറ്റ ആംഗിൾ മാറി പി എന്ന് പറയുന്ന ഒരു പോയിന്റ് നമ്മൾ കൺസിഡർ ചെയ്തു. അപ്പോൾ ഇത് നമ്മുടെ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ നിന്ന് ഈ പോയിന്റിലേക്കുള്ള ആംഗിൾ എന്ന് പറയുന്നത് തീറ്റയാണ്. ഓക്കെ, ഒരു റേഡിയൽ എലമെൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്തു. അപ്പോൾ പോളാറിലുള്ള കമ്പൗണ്ട്സ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്തൊക്കെയാണ്, സിഗ്മ ആർ വരും, സിഗ്മ തീറ്റ വരും, ടോ ആർ തീറ്റ വരും. ഇതൊക്കെയാണ് പോളാറിൽ വരുന്ന സ്ട്രെസ്സിൻ്റെ പ്ലെയിൻ കണ്ടീഷനിൽ വരുന്ന സ്ട്രെസ്സിൻ്റെ കമ്പോണൻസ് എന്ന് പറയുന്നത്. ഓക്കെ, റേഡിയൽ സ്ട്രെസ്സ്, സർക്കംഫറൻഷ്യൽ സ്ട്രെസ്സ്, പിന്നെ ഷിയർ സ്ട്രെസ്സ്, ഈ 3 സ്ട്രെസ്സസ് ആണ് നമ്മൾ ഇതിൻ്റെ ഇക്വേഷൻസ് ആണ് നമ്മൾ ഇവിടെ ഡെറൈവ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് സ്ട്രെസ് ടെൻസർ അറ്റ് പോയിന്റ് പി ഇൻ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം. സിഗ്മ ഐ ജെ ഈസ് ഈക്വൽ ടു, ഇവിടെ യൂണിഫോമായിട്ടൊരു ടെൻസൈൽ സ്ട്രെസ്സാണ് ആക്ട് ചെയ്യുന്നത്. അത് ആക്ട് ചെയ്യുന്ന ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ എക്സ് ഡയറക്ഷനാണ്. അപ്പം നോർമൽ സ്ട്രെസ് ഇൻ എക്സ് ഡയറക്ഷൻ മാത്രമേ വാല്യൂ കാണത്തുള്ളൂ. ബാക്കി എല്ലാ കമ്പൗണ്ട്സിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. കാരണം വെർട്ടിക്കൽ കമ്പൗണ്ടിൻ്റെ വാല്യൂ 0 ആയിരിക്കും. അതുപോലെ തന്നെ ഷിയർ കമ്പൗണ്ടിൻ്റെ വാല്യൂ എന്തായിരിക്കും, ഈ ഒരു പർട്ടിക്കുലർ കേസിൽ 0 ആയിരിക്കും. അപ്പം നമുക്ക് കിട്ടുന്ന 2 ഡയമെൻഷനിലെ സ്ട്രെസ് ടെൻസർ കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ് ടെൻസറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എസ് 0 0 0 ഇങ്ങനൊരു സ്ട്രെസ് ടെൻസർ ആയിരിക്കും നമ്മൾ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പം ഈ എഴുതിയിരിക്കുന്ന സ്ട്രെസ് ടെൻസറിനെ, കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റത്തിലുള്ള സ്ട്രെസ് ടെൻസറിനെ നമുക്ക് പോളാറിൻ്റെ ടേംസിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഏത് റൂൾ അപ്ലൈ ചെയ്യാം, സ്ട്രെസ് ട്രാൻസ്ഫോർമേഷൻ റൂൾ നമുക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പം ഈ എഴുതിയിരിക്കുന്നതിനെ ഇൻ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം സിഗ്മ പി എന്ന് നമുക്ക് ഡിനോട്ട് ചെയ്യാം. സിഗ്മ പി ഈസ് ഈക്വൽ ടു എന്തായിരുന്നു, ജനറലായിട്ടൊരു ഇക്വേഷൻ നമുക്കറിയാമായിരുന്നു, എന്താ, ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് ഇൻറ്റു സ്ട്രെസ് ടെൻസർ ഇൻ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റം ഇൻറ്റു ട്രാൻസ്പോസ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ്. ഓക്കെ, അപ്പം ഈ ഒരു പർട്ടിക്കുലർ കേസിൽ എന്താണ് ക്യൂ മെട്രിക്സ് എന്ന് പറയുന്നത്, ഇവിടെ ഹിയർ ക്യൂ മെട്രിക്സ് ഈസ് ഈക്വൽ ടു നമുക്കറിയാം എന്താ, 2 ഡയമെൻഷണൽ കേസ് ആയതുകൊണ്ട് തന്നെ കോസ് തീറ്റ സൈൻ തീറ്റ മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ, ഇതായിരിക്കും ക്യൂ മെട്രിക്സ് എന്ന് പറയുന്നത്. സിഗ്മ ഐ ജെ ഓൾറെഡി നമ്മൾ മുകളിൽ എഴുതിയിട്ടുണ്ട് അല്ലേ. ഇനി മൂന്നാമത്തെ മെട്രിക്സ് എന്ന് പറയുന്നത് അതിൻ്റെ ട്രാൻസ്പോസ് ആണ്. അപ്പോൾ നമുക്ക് റോ കോളമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ട്രാൻസ്പോസ് നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇക്വേഷനിലേക്ക് ഈ പറയുന്നതെല്ലാം കൂടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം ദിയർഫോർ സിഗ്മ പി സ്ട്രെസ് ടെൻസർ ഇൻ പോളാർ കോർഡിനേറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ എഴുതാം, കോസ് തീറ്റ സൈൻ തീറ്റ മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ, ഓക്കെ, ഇൻറ്റു സിഗ്മ ഐ ജെ, അത് ഓൾറെഡി നമ്മൾ പറഞ്ഞു എസ് 0 0 0 ഇൻറ്റു ട്രാൻസ്പോസ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ്. അപ്പോൾ എങ്ങനെ എഴുതാം, ഫസ്റ്റ് കോളമായിട്ട് എഴുതാം, കോസ് തീറ്റ സൈൻ തീറ്റ, സെക്കൻഡ് റോ സെക്കൻഡ് കോളം,
ഓക്കെ, ഇനി നമുക്ക് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ആദ്യത്തെ 2 മെട്രിക്സിനെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. ആ കിട്ടുന്ന റിസൾട്ടൻ മെട്രിക്സിനെ മൂന്നാമത്തെ മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഞാൻ ആദ്യം ചെയ്യുന്നത് ഫസ്റ്റ് 2 മെട്രിക്സിനെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് 2 മെട്രിക്സിനെ കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേന് നമുക്ക് കിട്ടുന്നതെന്ന് പറയുന്നത് എസ് കോസ് തീറ്റ, ഫസ്റ്റ് റോയെ ഫസ്റ്റ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുന്നതാണ് ഫസ്റ്റ് എലമെൻറ്റ്, ഫസ്റ്റ് റോയെ സെക്കൻഡ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുന്നതാണ് സെക്കൻഡ് എലമെൻറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് റോയെ ഫസ്റ്റ് കോളം മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്ത് എഴുതുമ്പോൾ എന്ത് വരും? എസ് ഇൻറ്റു കോസ് തീറ്റ പ്ലസ് 0 ആയിപ്പം. രണ്ടാമത്തെ എലമെൻറ്റ് എന്ന് പറയുന്നത് രണ്ടും എന്തായിപ്പം? രണ്ടും ഇവിടെ കോളത്തിൽ 2 എലമെൻറ്റ് 0 ആണ്. അപ്പം രണ്ടാമത്തെ എലമെൻറ്റ് തന്നെ എന്തായിപ്പം? 0 ആയിപ്പം. അപ്പോൾ ആദ്യത്തെ എലമെൻറ്റ് എന്ന് പറയുന്നത് എസ് കോസ് തീറ്റയാണ്, സെക്കൻഡ് എലമെൻറ്റ് വാല്യൂ 0 ആണ്. ഓക്കെ, അടുത്ത രണ്ടാമത്തെ റോയിലെ ഫസ്റ്റ് എലമെൻറ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് റോയെ ഫസ്റ്റ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യണം. അപ്പോൾ മൈനസ് ഓഫ് എസ് സൈൻ തീറ്റ അല്ലേ, ഈ പ്ലസ് കോസ് ഇൻറ്റു 0. അടുത്തതെന്ന് പറയുന്നത് ഈ സെക്കൻഡ് എലമെൻറ്റ് എന്ന് പറയുന്നത് രണ്ടാമത്തെ റോയിലെ സെക്കൻഡ് എലമെൻറ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. കാരണം കോളത്തിലെ 2 എലമെൻറ്റ് എന്ന് പറയുന്നത് 0 ആണ്. ഇൻറ്റു എന്താണ്? അഗെയിൻ കോസ് തീറ്റ മൈനസ് സൈൻ തീറ്റ കോസ് തീറ്റ. ഓക്കെ, ഈസിക്കൽ ടു. ഇനി ഈ 2 മെട്രിക്സോട് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. ഈ പറഞ്ഞ പോലെ തന്നെ സെയിം തന്നെ ഫസ്റ്റ് റോയെ ഫസ്റ്റ് കോളം കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യും, ഫസ്റ്റ് എലമെൻറ്റ് കിട്ടും. സെക്കൻഡ് റോയെ മൾട്ടിപ്ലൈ ചെയ്ത് ആഡ് ചെയ്യുമ്പോൾ സെക്കൻഡ് എലമെൻറ്റ് കിട്ടും. അത് ആ സെയിം പ്രൊസീജിയർ തന്നെ ബാക്കിയുള്ളതൊന്നും ചെയ്യും. ഓക്കെ, അപ്പോൾ അത് നമ്മൾ ചെയ്യുമ്പോഴത്തേനും നമുക്ക് കിട്ടുന്നത് എസ് ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റ, സെക്കൻഡ് എലമെൻറ്റ് എന്ന് പറയുന്നത് മൈനസ് ഓഫ് എസ് ഇൻറ്റു കോസ് തീറ്റ അല്ലേ, മൈനസ് ഓഫ് എസ് ഇൻറ്റു കോസ് തീറ്റ സൈൻ തീറ്റ. അപ്പോൾ അതിനെ ഓർഡറിൽ എഴുതുവാണെങ്കിൽ സൈൻ തീറ്റ കോസ് തീറ്റ നമുക്ക് എഴുതാം. ഓക്കെ, ഇനി അടുത്ത എലമെൻ്റ് എന്ന് പറയുന്നത് ഇവിടെ എന്താണ്? മൈനസ് ഓഫ് എസ് ഇൻറ്റു അഗെയിൻ സൈൻ തീറ്റ കോസ് തീറ്റ. ഇവിടെ മൈനസ് ഓഫ് മൈനസ് എന്താവും? പ്ലസ് ആവും അല്ലേ. അപ്പം എസ് സൈൻ തീറ്റ ഇൻറ്റു സൈൻ തീറ്റ എന്താണ്? സൈൻ സ്ക്വയർ തീറ്റ. ഇതായിരിക്കും ഇതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് സിഗ്മ പിയുടെ വാല്യൂ. ഇതിനെ വേണമെങ്കിൽ ഒന്നുകൂടെ നമുക്ക് മോഡിഫൈ ചെയ്തിട്ട് എഴുതാൻ പറ്റും. അതെന്ന് പറയുന്നത് ദാറ്റ് ഈസ് സിഗ്മ പി ഈസ് ഈക്വൽ ടു എസ് ഇൻറ്റു കോസ് സ്ക്വയർ തീറ്റയെ നമുക്ക് എങ്ങനെ എഴുതാം? 1 പ്ലസ് കോസ് 2 തീറ്റ ഡിവൈഡഡ് ബൈ 2 എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, 1 പ്ലസ് കോസ് 2 തീറ്റ ഡിവൈഡഡ് ബൈ 2. ഓക്കെ, മൈനസ് ഓഫ് 2 സൈൻ തീറ്റ കോസ് തീറ്റ നമുക്കറിയാം എന്താണ്? സൈൻ 2 തീറ്റയാണെന്നറിയാം അല്ലേ. അപ്പോൾ ഇവിടെ 2വിൻ്റെ കുറവുണ്ട്, അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ഒരു 2 വെച്ച് ഡിവൈഡ് ചെയ്യണം. ഓക്കെ, അപ്പം മൈനസ് ഓഫ് എസ് ബൈ 2 ഇൻറ്റു എന്താണ്? സൈൻ 2 തീറ്റ. ഓക്കെ, ഇനി അടുത്ത ഇവിടെ എങ്ങനെ എഴുതാം നമുക്ക്? മൈനസ് ഓഫ് എസ് ഇൻറ്റു സൈൻ തീറ്റ കോസ് തീറ്റ എന്ന് പറയുന്നത് ഈ പറഞ്ഞ പോലെ തന്നെ മൈനസ് ഓഫ് എസ് ബൈ 2 ഇൻറ്റു സൈൻ 2 തീറ്റ. ഓക്കെ, ഇനി അടുത്തത് എസ് ആണ്. അപ്പോൾ സൈൻ സ്ക്വയർ തീറ്റ നമുക്ക് എങ്ങനെ എഴുതാം? 1 മൈനസ് കോസ് 2 തീറ്റ അല്ലേ, ഡിവൈഡഡ് ബൈ 2. അപ്പം എസ് ബൈ 2 ഇൻറ്റു 1 മൈനസ് കോസ് 2 തീറ്റ. ഓക്കെ, അപ്പം ഇതാണ് സിഗ്മ പി എന്ന് പറയുന്ന സ്ട്രെസ് ടെൻസറിൻ്റെ വാല്യൂസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ സിഗ്മ പി എന്ന് പറയുന്ന ഈ സ്ട്രെസ് ടെൻസറിനെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതാം. അപ്പോൾ എക്സ്പാൻഡ് ചെയ്ത് എഴുതുമ്പോൾ നമുക്കറിയാം ഇതെന്ന് പറഞ്ഞാൽ പോളാർ കോർഡിനേറ്റിലുള്ള സ്ട്രെസ് കമ്പൗണ്ടാണ്. അവിടുത്തെ കമ്പൗണ്ട്സ് എന്ന് പറയുന്നത് സിഗ്മ ആർ ആണ്. ടോ ആർ തീറ്റ, ടോ തീറ്റ ആർ, സിഗ്മ തീറ്റ അല്ലേ, ഈസ് ഈക്വൽ ടു എസ് ഇൻറ്റു 1 പ്ലസ് കോസ് 2 തീറ്റ ഡിവൈഡഡ് ബൈ 2 മൈനസ് ഓഫ് എസ് ബൈ 2 ഇൻറ്റു സൈൻ 2 തീറ്റ. അടുത്ത മൈനസ് ഓഫ് എസ് ബൈ 2 ഇൻറ്റു സൈൻ 2 തീറ്റ എസ് ബൈ 2 ഇൻറ്റു 1 മൈനസ് കോസ് 2 തീറ്റ. ഇവിടെയും എസ് ബൈ 2 എന്ന് എഴുതിയാൽ മതി കേട്ടോ. എസ് ബൈ 2 ഇൻറ്റു 1 പ്ലസ് കോസ് 2 തീറ്റ. ഇനി നമുക്ക് ഇതിനകത്ത് എഴുതിക്കുന്ന റേഡിയൽ സ്ട്രെസ് ഒന്ന് കൺസിഡർ ചെയ്യാം. റേഡിയൽ സ്ട്രെസ് എന്ന് പറയുന്നത് എന്താണ്? നൗ കൺസിഡർ സിഗ്മ ആർ ആർ ഈസ് ഈക്വൽ ടു റേഡിയൽ സ്ട്രെസ് എസ് ബൈ 2 ഇൻറ്റു 1 പ്ലസ് കോസ് 2 തീറ്റ അല്ലേ. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ വരും? ദാറ്റ് ഈസ് സിഗ്മ ആർ ആർ ഈസ് ഈക്വൽ ടു എസ് ബൈ 2 പ്ലസ് എസ് ബൈ 2 കോസ് 2 തീറ്റ. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും ഇതിന് 2 പാർട്ടുണ്ട് അല്ലേ. ഫസ്റ്റ് പാർട്ട് എന്ന് പറഞ്ഞാൽ എസ് ബൈ 2 ആണ്. സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് എന്താണ്? എസ് ബൈ 2 ഇൻറ്റു കോസ് 2 തീറ്റയാണ് അല്ലേ. അപ്പോൾ ഫസ്റ്റ് പാർട്ടിനകത്തിൽ എന്തില്ല? വേരിയബിൾ ഇല്ല. ഇതെന്ന് പറയുന്നൊരു കോൺസ്റ്റൻറ്റ് പാർട്ടാണ് അല്ലേ. അപ്പം ഈ സിഗ്മ ആർ ആർ എന്ന് പറയുന്ന സ്ട്രെസ്സ്
കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് രണ്ട് പാർട്സാണ്. ഒന്നെന്ന് പറയുന്നത് ഇവിടെ ഒരു കോൺസ്റ്റൻറ്റ് പാർട്ടും ഉണ്ട്, ഇവിടെ സെക്കൻഡ് എലമെൻ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് ടേം എന്ന് പറയുന്നത് എന്താണ്, ഒരു വേരിയബിൾ പാർട്ടാണ്. കാരണം ഇതിനകത്തിൽ എന്തുണ്ട്, തീറ്റ എന്ന് പറയുന്ന ഒരു വേരിയബിൾ വരുന്നുണ്ട്. അപ്പോൾ തീറ്റയുടെ വാല്യൂ ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് ഏതിൻ്റെ വാല്യൂവിന് വ്യത്യാസം വരും, സിഗ്മ ആർ ആറിൻ്റെ വാല്യൂവിന് വ്യത്യാസം വരും. അപ്പോൾ ഈ രണ്ട് ടേമും ഏതിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, ഈ ഒരു സ്ട്രെസ്സിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇനിയും എഴുതാൻ പോകുന്നത് ഈ രണ്ട് പാർട്ടും കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സ്ട്രെസ്സിൻ്റെ വാല്യൂ അല്ലെങ്കിൽ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ എന്താണ് എന്നുള്ളതാണ് നമ്മൾ ഇനിയും പറയാൻ പോകുന്നത്. ഓക്കെ. അപ്പോൾ ഫസ്റ്റ് ഞാൻ കൺസിഡർ ചെയ്യാൻ പോകുന്നത് സ്ട്രെസ് due to constant part of radial stress. Okay, stress due to constant part of radial stress. Okay, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്കറിയാവുന്ന സിഗ്മ ആർ ആറിൻ്റെ ഇക്വേഷൻ ഒന്ന് കൺസിഡർ ചെയ്യണം. ഓക്കെ, ഇപ്പോൾ സിഗ്മ ആർ ആറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ തിക് സിലിണ്ടർ കേസിൽ പഠിച്ചിട്ടുള്ളതാണ്. പി എ മൈനസ് പി ബി ഇൻറ്റു എ സ്ക്വയർ ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഇൻറ്റു ആർ സ്ക്വയർ പ്ലസ് പി എ സ്ക്വയർ മൈനസ് പി ബി ബി സ്ക്വയർ ഡിവൈഡഡ് ബൈ ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ഇനി നമുക്ക് ഇതിനകത്തിൽ കുറച്ച് സബ്സ്റ്റിറ്റ്യൂഷൻസ് കൊടുക്കാം. ഈ ഒരു പർട്ടിക്കുലർ കേസിൽ ഇതാണ് നമ്മുടെ സ്ട്രെസ്സിൻ്റെ കേസിലുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, റേഡിയൽ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിനകത്തിൽ നമ്മുടെ ഈ പർട്ടിക്കുലർ കേസിലുള്ള വാല്യൂസ് എന്താണെന്ന് വെച്ചാൽ അത് നമുക്ക് കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പം പുട്ട് പി ബി ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് S/2. ഇപ്പോൾ പി ബി എന്ന് പറയുന്നത് എക്സ്റ്റേണൽ പ്രഷറാണ് നമുക്കറിയാം. അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് -(S/2). -(S/2) വരാനുള്ള കാരണം എന്താണ്, അവിടുത്തെ സ്ട്രെസ് പാർട്ട്, കോൺസ്റ്റൻറ്റ് സ്ട്രെസ് പാർട്ട് എന്ന് പറയുന്നത് എന്താണ്, S/2 ആണ്. അത് പോസിറ്റീവ് ആണ്. അപ്പോൾ അതിൻ്റെ ഈക്വലൻ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും എവിടെ വരുന്നത്, ഇവിടെ പി ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് -(S/2) ആയിരിക്കും അല്ലേ. ഇനി അടുത്തത് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ പി എ ആണ്. പി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഇൻറ്റേർണൽ പ്രഷർ. ഇപ്പം ഈ തിക് സിലിണ്ടറിൻ്റെ ഇക്വേഷനെ ബേസ് ചെയ്ത് നമ്മുടെ ഈ പർട്ടിക്കുലർ കേസിൽ എങ്ങനെയാണ് ഈ ഇക്വേഷൻ വരുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ വാല്യൂസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ പി ബി എന്ന് പറയുന്നത് -(S/2) ആണ്. പി എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 ആയിരിക്കും അല്ലേ. കാരണം എന്താണ്, നമ്മൾ ഈ ഫിഗർ ഒന്നുകൂടെ നമുക്ക് കൺസിഡർ ചെയ്യാം. ഈ ഇൻറ്റേർണൽ സർഫസ് എന്ന് പറയുന്നത് എന്താണ്, ഫ്രീ ഫ്രം ലോഡിംഗ് ആണ് അല്ലേ. ഈ ഇമാജിനറി സർക്കിളിലാണ് നമ്മൾ ഈ ഒരു സ്ട്രെസ്സിൻ്റെ വാല്യൂ നമ്മളിപ്പോൾ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ കണ്ടുപിടിച്ചിരിക്കുന്നത്. അപ്പം ഇവിടെ ഈ ഇൻറ്റേർണൽ സർഫസ് എന്ന് പറയുന്നത് ഫ്രീ ഫ്രം ലോഡിംഗ് ആയത് കാരണം നമ്മൾ നേരത്തെ പഠിച്ചതനുസരിച്ച് അവിടെ റേഡിയൽ സ്ട്രെസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, 0 ആയിരിക്കും. അപ്പോൾ റേഡിയൽ സ്ട്രെസ് 0 ആണെങ്കിൽ കറസ്പോണ്ടിങ് ആയിട്ട് ഈ പി എയുടെ വാല്യൂ, ഇപ്പോൾ സ്വാഭാവികമായിട്ടും പ്രഷർ അവിടെ ആക്ട് ചെയ്യുന്നത് 0 ആയതുകൊണ്ടാണ് അവിടെ റേഡിയൽ സ്ട്രെസ്സിൻ്റെ വാല്യൂ എന്തായി മാറുന്നത്, 0 ആയിട്ട് മാറുന്നത്. അങ്ങനെയാണെങ്കിൽ പി എയുടെ വാല്യൂവും ആ ഒരു പർട്ടിക്കുലർ കേസിൽ എന്തായിരിക്കും, 0 ആയിരിക്കും അല്ലേ. ഇനിയും ഇവിടെ കൺസിഡർ ചെയ്തിരിക്കുന്ന ഹോൾ എന്ന് പറയുന്നത് അതിൻ്റെ റേഡിയസ് നമ്മൾ എ ആണ്. നമുക്കറിയാം ചെറിയൊരു ഹോളാണ് നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എ എന്ന് പറയുന്നത് വെരി ലെസ് ദാൻ ബി അല്ലേ. അപ്പം ഇവിടെ എ എന്ന് പറയുന്നത് വെരി വെരി ലെസ് ദാൻ ബി ആയിരിക്കും അല്ലേ. അങ്ങനെയാണെങ്കിൽ നമുക്ക് പറയാം B² - A² വാല്യൂ എന്ന് പറയുന്നത് B² - A² എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി, കാരണം ഇതിൻ്റെ വളരെ ചെറിയൊരു വാല്യൂ ആണ്. അപ്പോൾ ഇതിൽ നിന്ന് ഇതിൻ്റെ വളരെ ചെറിയ വാല്യൂവിൻ്റെ സ്ക്വയർ എടുത്തിട്ട് അത് വീണ്ടും ചെറുതാവും, അതിനെ ബി കൊണ്ട് സബ്ട്രാക്ട് ചെയ്താലും എന്താണ് അപ്രോക്സിമേറ്റ്ലി നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് എന്ത് തന്നെയായിരിക്കും, B² തന്നെയായിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ സിഗ്മ ആർ ആർ എന്ന് പറയുന്ന ഈ നമ്മുടെ ഇപ്പോൾ എഴുതിയിരിക്കുന്ന റേഡിയൽ സ്ട്രെസ്സിൻ്റെ ഇക്വേഷനിലേക്ക് ഈ പറയുന്ന കണ്ടീഷൻസ് നമുക്ക് കൊണ്ടുവന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേന് നമുക്ക് എങ്ങനെയാണ് ഇക്വേഷൻ കിട്ടുന്നത്, സിഗ്മ ആർ ആർ ഈസ് ഈക്വൽ ടു പി എക്ക് വരെ നമുക്ക് ഏത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, 0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. പി ബി എന്ന് പറയുന്നത് -(S/2) ആണ്. അപ്പോൾ മൈനസ് എന്തായിട്ട് മാറും, പ്ലസ് ആയിട്ട് മാറും. അപ്പം S/2 ഇൻറ്റു ഓക്കെ A² B² ഡിവൈഡഡ് ബൈ B² മൈനസ് A². അപ്പോൾ B² - A² എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി ഞാനിവിടെ പറഞ്ഞു B² ആണ് ഇതിൻ്റെ വാല്യൂ അല്ലേ. അപ്പോൾ ഇതിന് പകരം നമുക്ക് എന്ത് കൊടുക്കാം, B² എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇൻറ്റു എന്തുണ്ട്, ഒരു R² ഉണ്ട്, പ്ലസ് അടുത്തത് പി യുടെ വാല്യൂ 0 ആണ്. അപ്പോൾ അതിൻ്റെ വാല്യൂ 0 ആയിപ്പോയി. മൈനസ് പി ബി എന്ന് പറയുന്നത് -(S/2) ആണ്. ഇത് എന്തായി പ്ലസ് ആയിട്ട് മാറി. അപ്പം S/2 ഇൻറ്റു B²
ഹോൾ ഡിവൈഡഡ് ബൈ അഗെയിൻ ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ. അത് നമുക്ക് എന്തായിട്ട് കൺസിഡർ ചെയ്യാം? ബി സ്ക്വയർ ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഓക്കെ, അത് ദാറ്റ് ഈസ് സിഗ്മ ആർ ആർ ഈസ് ഈക്വൽ ടു, രണ്ടിടത്ത് ഏത് കോമൺ എടുക്കാറുണ്ട്? എസ് ബൈ ടു കോമൺ എടുക്കാറുണ്ട്, ഇവിടെ ഒരു എസ് ബൈ ടു കോമൺ എടുക്കാറുണ്ട്. അത് മാത്രമല്ല ഇവിടെ ഏതൊക്കെ ക്യാൻസൽ ആവും? ഇവിടെ ഒരു ബി സ്ക്വയറും ക്യാൻസൽ ആയി പോകും. ഓക്കെ, അപ്പം ഇവിടുന്ന് നമുക്ക് എസ് ബൈ ടു വെളിയിലെടുക്കാം. എസ് ബൈ ടു പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ബാക്കി ഈ ഒരു ടൈം നമ്മളൊന്ന് കൺസിഡർ ചെയ്തേ, ഇവിടെയും ബി സ്ക്വയറും ക്യാൻസൽ ആവും. ബാക്കി എസ് ബൈ ടു പോയി കഴിഞ്ഞാൽ അവിടെ എന്തേ ഉള്ളൂ? 1 ആണ് അവിടെ റിമൈനിങ് ആയിട്ട് വരുന്നത്. അപ്പം 1 പ്ലസ്, അപ്പോൾ ഇവിടെ ബാക്കി എന്തുണ്ട്? എസ് ബൈ ടു നമ്മൾ വെളിയിലെടുത്തു, ബാക്കി എന്തുണ്ട്? എ സ്ക്വയർ ബൈ ആർ സ്ക്വയർ. ഇക്വേഷൻ നമ്പർ 1. ഓക്കെ, അപ്പം ഇതാണ് സിഗ്മ ആർ ആറിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് കിട്ടുന്ന ഇക്വേഷൻ. ഇപ്പം നമ്മൾ കൺസിഡർ ചെയ്തത് എന്താണ്? റേഡിയൽ സ്ട്രെസ്സിൻ്റെ ഇക്വേഷനാണ് നമ്മൾ കൺസിഡർ ചെയ്തത്. ഓക്കെ, ഇനി അടുത്ത നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് സർക്കംഫറൻഷ്യൽ ഡയറക്ഷനിലെ ഇക്വേഷനാണ് കൺസിഡർ ചെയ്യാൻ പോകുന്നത്. നൗ വി ഹാവ് സിഗ്മ തീറ്റ ഈസ് ഈക്വൽ ടു സിഗ്മ തീറ്റയുടെ ഇക്വേഷൻ ഓൾറെഡി നമുക്കറിയാം. ഞാൻ പറഞ്ഞു ഈ രണ്ട് ഇക്വേഷൻ സിഗ്മ തീറ്റയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്, ഈ രണ്ട് ഇക്വേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ സിഗ്മ തീറ്റ എന്ന് പറയുന്ന ഈ സ്ട്രെസ്സിൻ്റെ ഇക്വേഷനിൽ വ്യത്യാസം വരുന്നത് ഏതിന് മാത്രമേ ഉള്ളൂ? ഇവിടെ ഒരു സൈൻ ചേഞ്ച് മാത്രമേ ഉള്ളൂ. ഇതിപ്പോൾ പോസിറ്റീവ് ആണെങ്കിൽ ഇവിടെ ഈ സിഗ്മ തീറ്റ വരുമ്പോഴത്തേക്ക് അതെന്തായിട്ട് മാറും? നെഗറ്റീവായിട്ട് മാറും. ഓക്കെ, അപ്പം മൈനസ് ഓഫ് പി എ മൈനസ് പി ബി ഇൻറ്റു എ സ്ക്വയർ ബി സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ ഇൻറ്റു ആർ സ്ക്വയർ പ്ലസ് പി എ സ്ക്വയർ മൈനസ് പി ബി സ്ക്വയർ ഹോൾ ഡിവൈഡഡ് ബൈ ബി സ്ക്വയർ മൈനസ് എ സ്ക്വയർ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നേരത്തെ കണ്ടീഷൻസ് ഈ ഒരു ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേന് നമുക്കറിയാം ഈ ഫൈനൽ കിട്ടുന്ന ഇക്വേഷൻ, ഈ ഒരു ഇക്വേഷൻ തന്നെയായിരിക്കും നമുക്ക് സിമിലർ ആയിട്ടൊരു ഇക്വേഷനായിരിക്കും കിട്ടുന്ന. ആകെ ചേഞ്ച് എന്ന് പറയുന്നത് എന്തിന് മാത്രമേ ഉള്ളൂ? ഇവിടെ ഒരു സൈൻ ചേഞ്ച് മാത്രമേ ഉള്ളൂ. അപ്പം 1 പ്ലസ് എ സ്ക്വയർ ബൈ ആർ സ്ക്വയർ എന്ന് പറയുന്നത് ഈ ഒരു പർട്ടിക്കുലർ കേസ് എന്തായിരിക്കും കിട്ടുന്നത്? എസ് ബൈ ടു ഇൻറ്റു 1 മൈനസ് എ സ്ക്വയർ ബൈ ആർ സ്ക്വയർ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് എസ് ബൈ ടു ഇൻറ്റു 1 മൈനസ് എ സ്ക്വയർ ബൈ ആർ സ്ക്വയർ. ഇക്വേഷൻ നമ്പർ 2. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഇപ്പോൾ കോൺസ്റ്റൻറ്റ് പാർട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ്സിൻ്റെ വാല്യൂസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലേ. ഇനി അടുത്തത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് എന്താണ്? സ്ട്രെസ് ഡ്യൂ ടു വേരിയബിൾ പാർട്ട്. ഈ എസ് ബൈ ടു കോസ് തീറ്റ, അല്ലെങ്കിൽ നമ്മൾ ഈ ഷിയർ സ്ട്രെസ് കൺസിഡർ ചെയ്താലും അതിനകത്ത് സൈൻ 2 തീറ്റ ഉണ്ട്, റേഡിയൽ സ്ട്രെസ്സിനകത്തിൽ കോസ് 2 തീറ്റ ഉണ്ട്, സർക്കംഫറൻഷ്യൽ സ്ട്രെസ്സിനകത്തിലും കോസ് 2 തീറ്റ ഉണ്ട്. അപ്പോൾ വേരിയബിൾ പാർട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇനി അടുത്ത നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത് വേരിയബിൾ പാർട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ എന്താണെന്നുള്ളതാണ് അടുത്തതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സ്ട്രെസ് ഡ്യൂ ടു വേരിയബിൾ പാർട്ട് ഓഫ് റേഡിയൽ സ്ട്രെസ് ആൻഡ് ഷിയർ സ്ട്രെസ്. ഓക്കെ, അപ്പം നമുക്കറിയാം വേരിയബിൾ പാർട്ട് ഓഫ് റേഡിയൽ സ്ട്രെസ് നമുക്ക് ആദ്യം ഒന്ന് കൺസിഡർ ചെയ്യാം. ദി വേരിയബിൾ പാർട്ട് ഓഫ് റേഡിയൽ സ്ട്രെസ് എന്തായിരുന്നു? എസ് ബൈ ടു ഇൻറ്റു കോസ് 2 തീറ്റ. ഓക്കെ, ഇനി ഈ ഒരു വേരിയബിൾ പാർട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ നമ്മൾ ഡിറൈവ് ചെയ്യണമെങ്കിൽ ഇവിടെ ഒരു സ്ട്രെസ് ഫംഗ്ഷൻ നമ്മൾ കൺസിഡർ ചെയ്യണം. അപ്പോൾ സ്ട്രെസ് ഫംഗ്ഷൻ സാധാരണ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് ഫൈ എന്നാണ്. ഫൈ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് ആർ കോസ് 2 തീറ്റ. ഈ ഒരു സ്ട്രെസ് ഫംഗ്ഷൻ ഈ ഒരു കേസിൽ വേരിയബിൾ സ്ട്രെസ്സിൻ്റെ കേസിൽ വാലിഡ് ആയിട്ടുള്ള ഒരു സ്ട്രെസ് ഫംഗ്ഷനാണ്. അപ്പം ഈ ഒരു ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു സയൻറ്റിസ്റ്റാണ്. പുള്ളിയുടെ പേരെന്ന് പറയുന്നത് ക്രീഷ്, ഇൻ ദി ഇയർ ഓഫ് 1898. ഈ സയൻറ്റിസ്റ്റാണ് ഈ ഒരു ഇക്വേഷൻ ഫോർമുലേറ്റ് ചെയ്തത്. ഇറ്റ് ഈസ് വാലിഡ് ഇൻ ദി കേസ് ഓഫ് വേരിയബിൾ പാർട്ട് ഓഫ് റേഡിയൽ സ്ട്രെസ് ആൻഡ് ഷിയർ സ്ട്രെസ്. ഷിയർ സ്ട്രെസ്സിൻ്റെയും റേഡിയൽ സ്ട്രെസ്സിൻ്റെയും വേരിയബിൾ പാർട്ടിന് വാലിഡായിട്ട് വരുന്ന ഒരു സ്ട്രെസ് ഫംഗ്ഷനാണ് ഇപ്പം ഈ എഴുതിയിരിക്കുന്നത് എഫ് ഓഫ് ആർ ഇൻറ്റു കോസ് ഓഫ് 2 തീറ്റ അല്ലേ. ഇനിയും ഈ ഒരു സ്ട്രെസ് ഫംഗ്ഷൻ നമുക്ക് സ്ട്രെസ് ഫംഗ്ഷൻ പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, സ്ട്രെസ് ഫംഗ്ഷൻ ഡയറക്റ്റായിട്ട് നമുക്ക് യൂസ് ചെയ്ത് സ്ട്രെസ് കമ്പോണൻസിൻ്റെ വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. ആദ്യം നമ്മൾ എന്ത് ചെക്ക് ചെയ്യണം? ഈ നമ്മൾ അസ്യൂം ചെയ്തിരിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന സ്ട്രെസ് ഫംഗ്ഷൻ്റെ കോമ്പാറ്റബിലിറ്റി നമ്മൾ ചെക്ക് ചെയ്യണം. അപ്പോൾ പോളാറിൻ്റെ കേസിലുള്ള കോമ്പാറ്റബിലിറ്റി ഇക്വേഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്? ഡോ സ്ക്വയർ ബൈ ഡോ ആർ സ്ക്വയർ പ്ലസ് 1/r ഇൻറ്റു ഡോ ബൈ ഡോ ആർ പ്ലസ് ഡോ സ്ക്വയർ ബൈ ആർ സ്ക്വയർ ഡോ തീറ്റ സ്ക്വയർ
ഇൻറ്റു ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ ആർ സ്ക്വയർ പ്ലസ് 1/r ഇൻറ്റു ഡോ ഫൈ ബൈ ഡോ ആർ. ഈ എഴുതിയിരിക്കുന്നത് തന്നെയാണ്, അതിൻ്റെ കൂടെ എന്തുകൂടെ വന്നേ ഉള്ളൂ, സ്ട്രെസ് ഫംഗ്ഷൻ കൂടെ വന്നേ ഉള്ളൂ. പ്ലസ് ഡോ സ്ക്വയർ ബൈ ഡോ തീറ്റ സ്ക്വയർ 1/r ഇൻറ്റു ഡോ സ്ക്വയർ ബൈ ഡോ തീറ്റ സ്ക്വയർ. ഓക്കെ, ഈസ് ഈക്വൽ ടു 0. അപ്പം ഈ എഴുതിയിരിക്കുന്ന ഈ കോമ്പാറ്റബിലിറ്റി ഇക്വേഷൻ, ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനെ നമുക്ക് സോൾവ് ചെയ്യണം. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഈ f(r) എന്ന് പറയുന്ന ഒരു ഫംഗ്ഷന് കറസ്പോണ്ടിങ് ആയിട്ടൊരു സൊല്യൂഷൻ നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യും. ഓക്കെ, അപ്പം ഇതിനെ നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ഫൈനലി നമുക്ക് കിട്ടുന്ന സൊല്യൂഷൻ എന്ന് പറയുന്നത്, ഇതിൻ്റെ റൂട്ട് വാല്യൂസ് എന്ന് പറയുന്നത്, ഈ ഡിഫറൻഷ്യൽ ഇക്വേഷനെ സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന റൂട്ട് വാല്യൂസ് എന്ന് പറയുന്നത് 0, -2, 2 ആൻഡ് 4. അപ്പം ഇതിന് കറസ്പോണ്ടിങ് ആയിട്ട്, ഈ കിട്ടിയിരിക്കുന്ന റൂട്ട് വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ട് സൊല്യൂഷനാണ് ഫൈനലി നമ്മൾ എന്ത് ചെയ്യുന്നത്, എഴുതുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് സൊല്യൂഷൻ കറസ്പോണ്ടിങ് ടു സൊല്യൂഷൻ ഫോർ f(r), സൊല്യൂഷൻ ഫോർ f(r), ഫംഗ്ഷൻ f(r). ഓക്കെ, f(r)ന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത്, സൊല്യൂഷൻ എന്ന് പറയുന്നത് f(r) ഈസ് ഈക്വൽ ടു ar² പ്ലസ് br⁴ പ്ലസ് c ഡിവൈഡഡ് ബൈ r² പ്ലസ് d. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഈ സ്ട്രെസ് ഫംഗ്ഷൻ്റെ ഇക്വേഷനിലേക്ക് ഈ ഒരു ഫംഗ്ഷൻ്റെ വാല്യൂ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ കിട്ടും, therefore phi ഈസ് ഈക്വൽ ടു f(r)ന് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ar² പ്ലസ് br⁴ പ്ലസ് c ഡിവൈഡഡ് ബൈ r² പ്ലസ് d ഇൻറ്റു കോസ് 2θ, f(r) ഇൻറ്റു കോസ് 2θ. അപ്പോൾ ഇവിടെ സ്ട്രെസ് ഫംഗ്ഷൻ ഇവിടെ നമ്മൾ എഴുതിയിട്ടുണ്ട്. ഇനി ഈ സ്ട്രെസ് ഫംഗ്ഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം, സ്ട്രെസ് കമ്പോണൻസിൻ്റെ വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാം, അല്ലേ. therefore സ്ട്രെസ് കമ്പോണൻസ് ഫസ്റ്റ് നമുക്ക് ഏത് കണ്ടുപിടിക്കാം, σrr കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് σrr ഈസ് ഈക്വൽ ടു എന്തായിരുന്നു അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ട് കണ്ടുപിടിക്കാൻ ഇക്വേഷൻ എന്ന് പറയുന്നത് 1/r ഇൻറ്റു ഡോ ഫൈ ബൈ ഡോ ആർ പ്ലസ് 1/r² ഇൻറ്റു ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ തീറ്റ സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഈ ഡിഫറൻഷ്യൽ ഫോമിലേക്ക് ഫൈക്ക് പകരം നമ്മളിവിടെ കിട്ടിയിരിക്കുന്ന സൊല്യൂഷൻ നമുക്ക് എവിടെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, ഈ എഴുതിയിരിക്കുന്ന ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെ വരും, 1/r ഇൻറ്റു ഡോ ഫൈ ബൈ ഡോ ആർ. ഈ ഫൈ എന്ന് പറയുന്ന ഫംഗ്ഷനെ വിത്ത് റെസ്പെക്ട് ടു ആർ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പോൾ ആർ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെ വരും, 2ar പ്ലസ് 4br³ മൈനസ് 2c ഡിവൈഡഡ് ബൈ r³. ഓക്കെ, ഇൻറ്റു വെളിയിൽ എന്തുണ്ട്, കോസ് 2θ, അത് കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അത് അതുപോലെ തന്നെ വരും, കോസ് 2θ പ്ലസ് അടുത്ത എന്താണ് 1/r² പ്ലസ് 1/r² ഇൻറ്റു അടുത്ത ഇനി എന്താ ചെയ്യേണ്ടത്, തീറ്റ വെച്ച് ഈ എഴുതിയിരിക്കുന്ന ഇക്വേഷന് 2 പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. അപ്പം ഈ ബ്രാക്കറ്റ് എഴുതിയിരിക്കുന്നതിനകത്ത് തീറ്റ ഇല്ല, അപ്പോൾ അത് കോൺസ്റ്റൻ്റ് ആയിട്ട് വരും. ആദ്യം കോസ് 2θ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോഴത്തേന് -sin 2θ എന്നൊരു വീട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ അത് എന്തായിട്ട് തന്നെ മാറും, കോസ് 2θ എന്ന് തന്നെ മാറും, അല്ലേ. അതിൻ്റെ കൂടെ എന്തുകൂടെ വരും, ഓരോ പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോഴത്തേന് ഒരു 2 കൂടെ വരും. അപ്പോൾ 2 × 2 എന്തായിട്ട് മാറും, 4 ആയിട്ട് മാറും. ഓക്കെ, അപ്പം ഇത് നമുക്ക് എങ്ങനെ എഴുതാം, 4/r² എന്ന് വേണമെങ്കിൽ എഴുതാം, അല്ലേ. 4/r² ബ്രാക്കറ്റിൽ എഴുതിയിരിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് എഴുതാം. എങ്ങനെയാണ്, ar² പ്ലസ് br⁴, ഇത് -4 ആണ്, -4/r² ar² പ്ലസ് br⁴ പ്ലസ് c/r² പ്ലസ് d ഇൻറ്റു കോസ് 2θ തന്നെ, കാരണം 2 പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം അതെന്തായിട്ട് തന്നെ മാറും, കോസ് 2θ ആയിട്ട് തന്നെ മാറും. ഓക്കെ, ഇനി നമുക്ക് ഇതിനെ ഒന്ന് സോൾവ് ചെയ്ത് എഴുതാം. നമുക്ക് ഈ r അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം, അതുപോലെ ഈ r² നമുക്ക് എന്ത് ചെയ്യാം, അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. രണ്ടിടത്തും കോസ് 2θ കോമൺ ആയിട്ടുണ്ട്, അപ്പോൾ കോസ് 2θ നമുക്ക് വെളിയിലെടുക്കാം. ഓക്കെ, അപ്പം അത് എഴുതുമ്പോഴത്തേന് എങ്ങനെ വരും, ഈസ് ഈക്വൽ ടു 2a പ്ലസ് 4br² മൈനസ് 2c ഡിവൈഡഡ് ബൈ r⁴ മൈനസ് 4, ഈ 4/r² നമ്മൾ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യണം കേട്ടോ. അപ്പോൾ -4a, കാരണം r² ക്യാൻസൽ ആയി പോകും, -4b
ബി ആർ സ്ക്വയർ മൈനസ് 4c ബൈ ആർ റേസ് ടു 4 മൈനസ് 4d ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ അല്ലേ, ഹോൾ ഇൻറ്റു കോസ് 2 തീറ്റ. കോസ് 2 തീറ്റ. ഓക്കെ, അപ്പോൾ ഇതിന് നമുക്ക് സോൾവ് ചെയ്യാം. എയുടെ രണ്ട് ടേം നോക്കിയേ, 2a മൈനസ് 4a. അപ്പോൾ അത് സോൾവ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടും? മൈനസ് ഓഫ് 2a. ബിയുടെ ടേം നോക്കിയേ, രണ്ടും ഒരേ ടേം തന്നെയാണ് അല്ലേ, ഒന്ന് പ്ലസും ഒന്ന് മൈനസും. അപ്പോൾ അത് രണ്ടും ക്യാൻസലായി പോകും. ഓക്കെ, ബാക്കി പിന്നെ എന്തുണ്ട്? മൈനസ് ഓഫ് സിയുടെ ടേം എന്ന് പറയുമ്പോൾ രണ്ടും മൈനസ് ആണ്. -2 - 4 എന്ന് പറയുമ്പോൾ -6c ഡിവൈഡഡ് ബൈ ആർ റേസ് ടു 4. ഓക്കെ, അടുത്ത ടേം എന്ന് പറയുന്നത് ഡിയുടെ ടേം ആണ്. അപ്പോൾ ഡിയുടെ ടേം എന്ന് പറയുന്നത് ഇവിടെ ഒരു ടേമേ ഉള്ളൂ, ദാറ്റ് ഈസ് 4d ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ഇൻറ്റു കോസ് 2 തീറ്റ. ഇതായിരിക്കും ഏതിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്? സിഗ്മ ആർ ആറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ഏത് കൺസിഡർ ചെയ്യാം? അടുത്ത നമുക്ക് സിഗ്മ തീറ്റ തീറ്റ കൺസിഡർ ചെയ്യാം. സിഗ്മ തീറ്റ തീറ്റ ഈസ് ഈക്വൽ ടു ഇക്വേഷൻ എന്തായിരുന്നു? ഡോ സ്ക്വയർ ഫൈ ഡിവൈഡഡ് ബൈ ഡോ ആർ സ്ക്വയർ. അപ്പം ഈ എഴുതിയിരിക്കുന്ന ഇക്വേഷനെ വിത്ത് റെസ്പെക്ട് ടു ആർ വെച്ച് 2 പ്രാവശ്യം നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം അല്ലേ. അപ്പം ഒരു പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം 2ar എന്ന് വരും, വീണ്ടും ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 2a എന്ന് വരും. അപ്പോൾ ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് എന്താണ്? 2a ആയിരിക്കും അല്ലേ. അടുത്തത് ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ 4 × 3 × br സ്ക്വയർ എന്ന് പറഞ്ഞു. അപ്പോൾ 4 × 3 എന്ന് പറയുമ്പോൾ 12br സ്ക്വയർ പ്ലസ് 12br സ്ക്വയർ. ഓക്കെ, അടുത്ത ടൈം എന്ന് പറയുന്നത് c/r സ്ക്വയർ ആണല്ലേ. അപ്പോൾ അതിനെ 2 പ്രാവശ്യം നമ്മൾ ഡിഫറൻഷ്യേറ്റ്. അപ്പോൾ 2 പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ആദ്യം ഒരു 2 ഇവിടെ വരും, വീണ്ടും ഒരു 3 വരും, അപ്പോൾ 6 വരും. രണ്ടും മൈനസ് ആയത് കാരണം മൈനസ് ഓഫ് മൈനസ് എന്തായിട്ട് മാറും? പ്ലസ് ആയിട്ട് മാറും. അപ്പം എന്ത് വരും? 6c ഡിവൈഡഡ് ബൈ ആർ റേസ് ടു 4 എന്ന് വരും, പ്ലസ് 6c ഡിവൈഡഡ് ബൈ ആർ റേസ് ടു 4. ഓക്കെ, ഇൻറ്റു കോസ് 2 തീറ്റ. ഇതാണ് സിഗ്മ തീറ്റ തീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഏതാണ്? ഏത് സ്ട്രെസ് കമ്പൗണ്ടാണ്? അഗെയിൻ നമുക്ക് ഏത് കൺസിഡർ ചെയ്യാം? ടോ ആർ തീറ്റ നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ ടോ ആർ തീറ്റയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? 1/r സ്ക്വയർ ഡോ ഫൈ ബൈ ഡോ തീറ്റ മൈനസ് 1/r ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ ആർ ഡോ തീറ്റ. അപ്പം ഈ ഡിഫറൻഷ്യൽ ഫോമിലേക്ക് നമുക്ക് ഫൈ എന്ന് പറയുന്നതിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ഡിഫറൻഷ്യേറ്റ്. അപ്പോൾ ആദ്യം എന്താണ്? 1/r സ്ക്വയർ ആണ് അല്ലേ. 1/r സ്ക്വയർ ഇൻറ്റു ഈ എഴുതിയിരിക്കുന്നതിനെ വിത്ത് റെസ്പെക്ട് ടു തീറ്റ വെച്ച് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം അല്ലേ. അപ്പോൾ തീറ്റ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഈ ബ്രാക്കറ്റ് എഴുതിയിരിക്കുന്നത് കോൺസ്റ്റൻറ്റ് പാർട്ടാണ്, തീറ്റയാണ് അവിടെ വേരിയബിളായിട്ട് വരുന്നത്. അപ്പോൾ എന്തായിട്ട് പറയും? മൈനസ് ഓഫ് സൈൻ 2 തീറ്റ ഇൻറ്റു 2 എന്ന് പറഞ്ഞ് വരും. ഓക്കെ, അപ്പോൾ നമുക്കത് എങ്ങനെ എഴുതാം? ദാറ്റ് ഈസ് 1/r സ്ക്വയർ ഇൻറ്റു ബ്രാക്കറ്റിലുള്ളത് അതുപോലെ തന്നെ എഴുതി AR സ്ക്വയർ പ്ലസ് BR റേസ് ടു 4 പ്ലസ് C ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് ഡി ഇൻറ്റു എന്തുണ്ട്? സൈൻ കോസ് 2 തീറ്റ ചെയ്യുമ്പം മൈനസ് ഓഫ് സൈൻ 2 തീറ്റ ഇൻറ്റു 2. ഓക്കെ, മൈനസ് അടുത്തെന്താണ്? 1/r. അപ്പോൾ മൈനസ് 1/r ഇൻറ്റു വിത്ത് റെസ്പെക്ട് ടു ആർ വെച്ചും വിത്ത് റെസ്പെക്ട് ടു തീറ്റ വെച്ചും നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം അല്ലേ. വിത്ത് റെസ്പെക്ട് ടു ആർ വെച്ച് നമുക്ക് ആദ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അത് ഓൾറെഡി നമ്മൾ ചെയ്ത് സിഗ്മ ആറിൻ്റെ കേസിൽ നമ്മൾ ആർ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്ത വാല്യൂ നമ്മുടെ കയ്യിലുണ്ട്. അപ്പോൾ ഈ വാല്യൂ അതുപോലെ തന്നെ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ഡോ ആർ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. അപ്പോൾ ഡോ ആർ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പം ബാക്കി പിന്നെ എന്താണ്? ഡോ തീറ്റ ഇൻറ്റു ഡോ ആർ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 2AR പ്ലസ് 4BR ക്യൂബ് മൈനസ് 2C ഡിവൈഡഡ് ബൈ ആർ ക്യൂബ് ഇൻറ്റു കോസ് 2 തീറ്റ. ഇനി എന്ത് ചെയ്യണം? വിത്ത് റെസ്പെക്ട് ടു തീറ്റയും കൊണ്ടുകൂടെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് ഇത് ഇവിടെ എന്തുണ്ട്? ഒരു മൈനസ് ഉണ്ട്. അപ്പോൾ മൈനസ് നമുക്ക് ആദ്യം എഴുതാം. ഒരു 2 ഉണ്ട്. 2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ഇൻറ്റു AR സ്ക്വയർ പ്ലസ് BR റേസ് ടു 4 പ്ലസ് C ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ പ്ലസ് D ഇൻറ്റു സൈൻ 2 തീറ്റ മൈനസ് 1/r
ഇനി അടുത്ത തീറ്റ വെച്ച് നമുക്ക് ഡിഫറൻഷ്യേറ്റ് ചെയ്യാം. തീറ്റ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ബ്രാക്കറ്റ് എഴുതിയിരിക്കുന്നത് അതുപോലെ തന്നെ യാതൊരു വ്യത്യാസമില്ല. ദാറ്റ് ഈസ് 2AR പ്ലസ് 4BR³ മൈനസ് 2C ഡിവൈഡഡ് ബൈ R³ ഇൻറ്റു കോസ് 2 തീറ്റ ചെയ്യുമ്പോൾ നമുക്കറിയാം മൈനസ് ഓഫ് സൈൻ 2 തീറ്റ. ഓക്കെ, ഇപ്പോൾ മൈനസ് ഓഫ് മൈനസ് ഇതെന്തായിട്ട് മാറും? പ്ലസ് ആയിട്ട് മാറും. ഈ എഴുതിയിരിക്കുന്നതിനെ നമുക്ക് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 2/r² അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അതുപോലെ 1/r നമുക്ക് ഈ ബ്രാക്കറ്റിന് അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. രണ്ടിടത്തും ഏത് കോമൺ ആയിട്ട് എടുക്കാനുണ്ട്? സൈൻ 2 തീറ്റ കോമൺ ആയിട്ട് എടുക്കാനുണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് മൈനസ് ഓഫ് എ മൈനസ് 2BR² മൈനസ് ഓഫ് ഇവിടെ എന്തോടെ ഉണ്ട്? 2 കൂടെ വരുന്നുണ്ട് കേട്ടോ. മൈനസ് ഓഫ് കാരണം 2 കൂടെ 2/r² കൊണ്ടാണ് നമ്മൾ അകത്തേക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അപ്പം 2A മൈനസ് 2BR² r² r⁴ ഒരു 2 കൂടെ ക്യാൻസൽ ആവും. പ്ലസ് 2C ഡിവൈഡഡ് ബൈ r⁴ പ്ലസ് സോറി ഇവിടെ പ്ലസ് അല്ല, ഇവിടെ മൈനസ് ആണ് കേട്ടോ. മൈനസ് 2D ഡിവൈഡഡ് ബൈ r² പ്ലസ് ഇവിടെ മൈനസ് ഓ മൈനസ് എന്തായിട്ട് മാറും? പ്ലസ് ആയിട്ട് മാറും. ഓക്കെ, ഇവിടെ അതുപോലെ നമ്മൾക്ക് ഇൻറ്റു എന്തുകൂടെ വരും? ഒരു 2 കൂടെ വരും. കാരണം കോസ് 2 തീറ്റ ചെയ്യുമ്പം മൈനസ് ഓഫ് സൈൻ 2 തീറ്റ ഇൻറ്റു എന്താണ്? 2 ആണ്. അപ്പം ഈ മൈനസ് ഓഫ് 1/r അല്ലെങ്കിൽ 2/r കൊണ്ട് അകത്തേക്ക് നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ എന്തായിട്ട് മാറും? 4A വരും. അടുത്ത ടേം എന്ന് പറയുന്നത് എന്ത് വരും? 8BR² വരും. അടുത്ത ടേം എന്ന് പറയുന്നത് 4C ഡിവൈഡഡ് ബൈ r⁴ ഹോൾ ഇൻറ്റു എന്തുണ്ട്? സൈൻ 2 തീറ്റ ഉണ്ട്. ദറ്റ് ഈസ് ടോ r തീറ്റ ഈസ് ഈക്വൽ ടു എയുടെ ടേം എന്ന് പറയുന്നത് മൈനസ് 2A ഉണ്ട്, 4A ഉണ്ട്. അപ്പോൾ അത് സോൾവ് ചെയ്യുമ്പോൾ 2A എന്ന് വരും. 2A പ്ലസ് അടുത്ത ബിയുടെ ടേം എന്ന് പറയുന്നത് 8 + 8 ഉണ്ട്, -2 ഉണ്ട്. അപ്പോൾ എന്ത് വരും? 6BR² വരും. സിയുടെ ടേം നോക്കി രണ്ടിടത്ത് മൈനസ് ആണ്. അപ്പോൾ മൈനസ് ഓഫ് 6C ഡിവൈഡഡ് ബൈ r⁴. ഡിയുടെ ടേം നമ്മൾ നോക്കി കഴിഞ്ഞാൽ ഒരു ടേമേ ഉള്ളൂ, അതെന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ വരും. ദാറ്റ് ഈസ് 2D ഡിവൈഡഡ് ബൈ r² ഇൻറ്റു സൈൻ 2 തീറ്റ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ സ്ട്രെസ് കമ്പൗണ്ട്സിന് കറസ്പോണ്ടിങ് ആയിട്ട് എന്ത് കിട്ടി? ഇവിടെ സിഗ്മ r ഇക്വേഷൻ കിട്ടി, സിഗ്മ തീറ്റയ്ക്ക് ഒരു ഇക്വേഷൻ കിട്ടി, അതുപോലെ ഇപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ടോ r തീറ്റയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടൊരു ഇക്വേഷൻ കിട്ടി അല്ലേ. പക്ഷേ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കിട്ടിയ ഇക്വേഷൻസിലെല്ലാം എന്തുണ്ട്? കോൺസ്റ്റൻസ് ഉണ്ട് അല്ലേ. A ഉണ്ട്, B ഉണ്ട്, C ഉണ്ട്, D ഉണ്ട്. അപ്പം ഇങ്ങനെ നമുക്കൊരു ജനറൽ സൊല്യൂഷൻ നമുക്ക് എഴുതാൻ പറ്റത്തില്ല. നമുക്ക് ഈ എയുടെയും ബിയുടെയും സിയുടെയും ഡിയുടെയും വാല്യൂ കണ്ടുപിടിക്കണം, കോൺസ്റ്റൻസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ആ കിട്ടുന്ന വാല്യൂ തിരിച്ച് ഈ പറയുന്ന 3 ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ഫൈനലായിട്ടുള്ള ഇക്വേഷൻ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, അപ്പോൾ അതിനുവേണ്ടി കോൺസ്റ്റൻസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ബൗണ്ടറി കണ്ടീഷൻ, നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന പ്രോബ്ലം എന്താണോ ആ പ്രോബ്ലത്തിൻ്റെ ബൗണ്ടറി കണ്ടീഷൻ നമ്മൾ എന്ത് ചെയ്യണം? ഈ ഒരു ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ഈ കോൺസ്റ്റൻസിൻ്റെ വാല്യൂസ് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അടുത്ത ഇനി ചെയ്യാൻ പോകുന്നത് എന്താണ്? നമ്മൾ ബൗണ്ടറി കണ്ടീഷനാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. ഇറ്റ് ഈസ് അപ്ലൈയിങ് ദി ബൗണ്ടറി കണ്ടീഷൻസ്. ഓക്കെ, അപ്പോൾ ബൗണ്ടറി കണ്ടീഷൻ ഇവിടെ 4 അൺനോൺസ് ഉണ്ട്, A, B, C, D. അപ്പം സിഗ്മ r എന്ന് പറയുന്ന ഒരു സ്ട്രെസ്സിൽ മാത്രം നമുക്ക് ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ 4 വേരിയബിൾസിൻ്റെയും 4 കോൺസ്റ്റൻസിൻ്റെയും വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവിടെ നമുക്ക് ഡിഫറൻ്റ് ആയിട്ടൊരു 4 ഇക്വേഷൻസ് വേണം. ഓക്കെ, അപ്പോൾ ഇവിടെ മൊത്തം നമ്മൾ സിഗ്മ r-ൻ്റെ 2 ബൗണ്ടറി കണ്ടീഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്നുണ്ട്. അതുപോലെ ഷിയർ സ്ട്രെസ്സിൻ്റെ 2 ബൗണ്ടറി കണ്ടീഷനൂടെ നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്നാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന 4 അൺനോൺസും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം ആദ്യം എഴുതാൻ പോകുന്നത് അറ്റ് r = a. അറ്റ് r = a. r എന്ന് പറയുന്നത് a ആണെങ്കിൽ, a എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്? റേഡിയസ് എന്ന് പറയുന്നത് ഇന്നർ സർഫസിനാണ്, ഹോളിൻ്റെ റേഡിയസ് ആണ് a എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ a എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഓൾറെഡി ഫ്രീ ഫ്രം ലോഡിംഗ് ആണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായിട്ടും അറ്റ് r = a-യിൽ സിഗ്മ r-ൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ടോ r തീറ്റയുടെ വാല്യൂ എന്ത് തന്നെയായിരിക്കും? അറ്റ് r = a-യിൽ എന്തായിരിക്കും? 0 ആയിരിക്കും. ഇപ്പോൾ സിഗ്മ r-ൻ്റെ വാല്യൂ 0 ആയതുകൊണ്ട് തന്നെ
ടോ ആർ തീറ്റയുടെ വാല്യൂയും അറ്റ് ആർ ഈസിക്കൽ എയിൽ, കാരണം ഫ്രീ ഫ്രം ലോഡിംഗ് ആണ്, ആർ ഈസിക്കൽ എയിലും ടോ ആർ തീറ്റ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഷിയർ സ്ട്രെസ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ടോ ആർ തീറ്റ ഈസിക്കൽ 0. ഇതാണ് അറ്റ് ആർ ഈസിക്കൽ എയിലുള്ള ബൗണ്ടറി കണ്ടീഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ ബൗണ്ടറി കണ്ടീഷൻ നമുക്ക് എങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, നമ്മുടെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതുപോലെ തന്നെ നമുക്ക് ആർ ഈസിക്കൽ ബിയിലെ ബൗണ്ടറി കണ്ടീഷനോട് നമുക്ക് കൺസിഡർ ചെയ്യാം. അറ്റ് ആർ ഈസിക്കൽ ടു ബി, ആർ ഈസിക്കൽ ബി, സിഗ്മ ആർ ആർ എന്ന് പറയുന്നത് ഏതിന് ഈക്വലൻ്റ് ആയിരിക്കും? അപ്പോൾ ഇവിടെ സിഗ്മ ആർ ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് അറ്റ് ആർ ഈസിക്കൽ ടു ബിയിൽ നമുക്കറിയാം, ഇവിടുത്തെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്താണ്, വേരിയബിൾ പാർട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അല്ലേ. അപ്പം റേഡിയൽ സ്ട്രെസ്സിൻ്റെ വേരിയബിൾ പാർട്ട് എന്ന് പറയുന്നത് എന്താണ്, S/2 ഇൻറ്റു കോസ് 2 തീറ്റയാണ്. അപ്പം സിഗ്മ ആർ ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് S/2 ഇൻറ്റു കോസ് 2 തീറ്റ. ഓക്കെ, അടുത്തത് ടോ ആർ തീറ്റ. ടോ ആർ തീറ്റയ്ക്ക് ഒരു വേരിയബിൾ പാർട്ടുണ്ട് അല്ലേ. അപ്പോൾ ടോ ആർ തീറ്റയുടെ വേരിയബിൾ പാർട്ട് എന്ന് പറയുന്നത് നമുക്ക് ഇക്വേഷൻ ഒന്ന് കൺസിഡർ ചെയ്യാം. എന്താണ് അതിൻ്റെ വേരിയബിൾ പാർട്ട് എന്ന് പറയുന്നത്, മൈനസ് ഓഫ് S/2 ഇൻറ്റു സൈൻ 2 തീറ്റ. കാരണം അതിൻ്റെ കോൺസ്റ്റൻറ്റ് പാർട്ടില്ല, വേരിയബിൾ പാർട്ട് മാത്രമേ ഉള്ളൂ. മൈനസ് ഓഫ് S/2 ഇൻറ്റു സൈൻ 2 തീറ്റ. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഇക്വേഷനിലേക്ക് നമുക്ക് ടോ ആർ തീറ്റയുടെ വാല്യൂ നമുക്ക് എന്തായിട്ട് കൊടുക്കാം, മൈനസ് ഓഫ് S/2 ഇൻറ്റു സൈൻ 2 തീറ്റ എന്ന് വരും. ഓക്കെ, അപ്പം ഈ പറയുന്ന ബൗണ്ടറി കണ്ടീഷൻസ് നമുക്ക് സിഗ്മ ആർ ആറിൻ്റെയും ടോ ആർ തീറ്റയുടെയും ഇക്വേഷനിലേക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ആദ്യം ആർ ഈസിക്കൽ എയിലുള്ള ബൗണ്ടറി കണ്ടീഷൻസ് ആദ്യം നമുക്ക് ഏതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, സിഗ്മ ആർ ആറിൻ്റെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇപ്പോൾ സിഗ്മ ആർ ആറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഓൾറെഡി നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പം ഇതിനകത്തിൽ സിഗ്മ ആർ ആറിൻ്റെ വാല്യൂ അറ്റ് ആർ ഈസിക്കൽ എ ആകുമ്പോൾ എന്തായിട്ട് മാറും, 0 ആയിട്ട് മാറും. ആറിൻ്റെ വാല്യൂ എന്താവണം, എ ആയിട്ട് മാറണം. ഓക്കെ, അപ്പം ആ ഒരു വാല്യൂ ആണ് ഞാൻ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സിഗ്മ ആർ ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 0 ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് 2a മൈനസ് ഓഫ് 6c ഡിവൈഡഡ് ബൈ r⁴ ആണ്. പക്ഷേ ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞാൽ ആർ ഈസിക്കൽ എന്താണ്, എ ആണ്. അങ്ങനെയാണെങ്കിൽ r⁴ എന്നുള്ളത് എന്തായിട്ട് മാറും, a⁴ ആയിട്ട് മാറും. ഓക്കെ, പ്ലസ് 4d ഡിവൈഡഡ് ബൈ, സോറി പ്ലസ് അല്ല മൈനസ് ആണ്, മൈനസ് ഓഫ് 4d ഡിവൈഡഡ് ബൈ a² ഇൻറ്റു കോസ് 2 തീറ്റ. സ്വാഭാവികമായിട്ട് കോസ് 2 തീറ്റ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ വാല്യൂ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ അതിൻ്റെ വാല്യൂ 0 ആയിട്ട് മാറും. ബാക്കി എല്ലായിടത്തും മൈനസ് ഉണ്ട്, മൈനസ് ഞാൻ വെളിയിലേക്ക് എടുത്തു, അതെന്തായിട്ട് മാറും, പോസിറ്റീവായിട്ട് മാറും. ഓക്കെ, ദറ്റ് ഈസ് 2a പ്ലസ് 6c ഡിവൈഡഡ് ബൈ a⁴ പ്ലസ് 4d ഡിവൈഡഡ് ബൈ a² ഈസ് ഈക്വൽ ടു 0. ഇതാണ് നമ്മുടെ ഫസ്റ്റ്. ഓൾറെഡി ഞാനിവിടെ ഇക്വേഷൻ 1 കൊടുത്തിട്ടുണ്ട്, അപ്പോൾ നമുക്ക് ഇക്വേഷൻ 2 എന്ന് കൊടുക്കാം. ഓക്കെ, ഇതാണ് ഫസ്റ്റ് കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ടോ ആർ തീറ്റയുടെ ഇക്വേഷനിലേക്ക് അറ്റ് ആർ ഈസിക്കൽ എയിലെ ബൗണ്ടറി കണ്ടീഷൻ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ടോ ആർ തീറ്റയുടെ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഓൾറെഡി നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എങ്ങനെ വരും, നമുക്കിവിടെ ഒരു ഇക്വേഷനായിട്ട് നെയിം ചെയ്താൽ കുറച്ചുകൂടെ എളുപ്പമുണ്ടാകും. നമുക്ക് ഇതിനെ ഇക്വേഷൻ നമ്പർ 2 എന്ന് നെയിം ചെയ്യാം, ഇതിനെ ഇക്വേഷൻ നമ്പർ 3 എന്ന് നെയിം ചെയ്യാം. അതുപോലെ ഈ കിട്ടിയിരിക്കുന്നതിനെ ഇക്വേഷൻ നമ്പർ 4 എന്ന് നെയിം ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഇത് ഇക്വേഷൻ നമ്പർ 5 ആക്കാം നമുക്ക്. ഇക്വേഷൻ നമ്പർ 5. ഓക്കെ, അപ്പോൾ ഇവിടെ ആദ്യം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത് ഏതിനകത്തിലായിരുന്നു, ഇക്വേഷൻ 2-ലായിരുന്നു നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. ഓക്കെ, അപ്പം ദെയർഫോർ ഇവിടെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെയർഫോർ ഇക്വേഷൻ 2 ഇംപ്ലൈസ്. ഓക്കെ, അടുത്ത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത് ഏതിലാണ്, ഇക്വേഷൻ 4-ലേക്കാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം ദെയർഫോർ ഇക്വേഷൻ 4 ഇംപ്ലൈസ്. ഓക്കെ, ടോ ആർ തീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് ആർ ഈസിക്കൽ എയിൽ ടോ ആർ തീറ്റയുടെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, 0 ആണ്. ഓക്കെ, ദാറ്റ് ഈസ് 0 ഈസ് ഈക്വൽ ടു, ഈ ഒരു ഇക്വേഷനിലേക്കാണ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. 0 ഈസ് ഈക്വൽ ടു 2a പ്ലസ് 6b, ആർ എന്നുള്ളത് എന്തായിട്ട് മാറും, എ ആയിട്ട് മാറും, a² മൈനസ് 6c ഡിവൈഡഡ് ബൈ r⁴ എന്നുള്ളത് a⁴ ആയിട്ട് മാറും, മൈനസ് ഓഫ് 2 ഡിവൈഡഡ് ബൈ 2d ഡിവൈഡഡ് ബൈ a² ഇൻറ്റു സൈൻ 2 തീറ്റ. സൈൻ 2 തീറ്റ. ഓക്കെ, അപ്പോൾ ഇത് ക്രോസ് മൾട്ടിപ്ലൈ സൈൻ 2 തീറ്റയുടെ വാല്യൂ 0 ഇപ്പം ബാക്കി എന്ത് വരും, ദാറ്റ് ഈസ് 2a പ്ലസ് 6b a² മൈനസ് 6c ഡിവൈഡഡ് ബൈ a⁴ മൈനസ് 2d ഡിവൈഡഡ് ബൈ a² ഈസ് ഈക്വൽ ടു 0. ഇങ്ങനെ നമുക്ക് ഇക്വേഷൻ നമ്പർ
6 എന്ന് നെയിം ചെയ്യും. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ അറ്റ് ആർ ഇസിക്കൽ ബിയിലുള്ള ബൗണ്ടറി കണ്ടീഷൻ ഈ പറയുന്ന രണ്ട് ഇക്വേഷനിലേക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, ദെർഫോർ ഇത് രണ്ടും എന്തായിരുന്നു? അറ്റ് ആർ ഈസിക്കൽ ടു എ ആയിരുന്നു. ഇതും എന്തായിരുന്നു? അറ്റ് ആർ ഈസിക്കൽ ടു എ ആയിരുന്നു. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എന്താണ്? അറ്റ് ആർ ഈസിക്കൽ ടു ബിയിൽ നമുക്ക് ഇക്വേഷൻ 2 എങ്ങനെ വരുമെന്ന് നോക്കാം. ദാറ്റ് ഈസ് സിഗ്മ ആർ ആറിൻ്റെ ഇക്വേഷൻ ആയിരുന്നു അല്ലേ? ആർ ഇസിക്കൽ വരെ സിഗ്മ ആർ ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് S/2 ഇൻറ്റു cos 2 തീറ്റ. അപ്പോൾ ഓൾറെഡി നമ്മളിവിടെ എഴുതിയിട്ടുണ്ട്. എൻ്റെ റൈറ്റ് സൈഡ് എന്ന് പറയുന്നത് എന്തായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം? ഈ എഴുതിയിരിക്കുന്ന ഇക്വേഷൻ അതിൽ റൈറ്റ് സൈഡ് നമുക്ക് എന്തായിട്ട് എഴുതാം? S/2 ഇൻറ്റു cos 2 തീറ്റ. S/2 ഇൻറ്റു cos 2 തീറ്റ ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് 2a മൈനസ് ഓഫ് 6c ഡിവൈഡഡ് ബൈ, ഇവിടെ a⁴ ആണെങ്കിൽ ഇവിടെ എന്താണ്? ആറിൻ്റെ വാല്യൂ എന്തായിട്ട് മാറി? b ആയിട്ട് മാറി. അങ്ങനെയാണെങ്കിൽ ഇവിടെ b⁴ വരും. ഓക്കെ, മൈനസ് 4b ഡിവൈഡഡ് ബൈ a² എന്നുള്ളത് ഇവിടെ വരുമ്പോൾ എന്തായിട്ട് മാറും? b² ആയിട്ട് മാറും. ഓക്കെ, ഇൻറ്റു cos 2 തീറ്റ. രണ്ടിടത്തും ഏതുണ്ട് കോമൺ ആയിട്ട്? ഇവിടെ ഒരു cos 2 തീറ്റ ഉണ്ട്, ഇവിടെ എന്തുണ്ട്? ഒരു cos 2 തീറ്റ ഉണ്ട്. അപ്പോൾ അത് രണ്ടും എന്തായിട്ട് പോകും? ക്യാൻസൽ ആയിട്ട്. അപ്പോൾ ഇവിടെ നിന്നെല്ലാം നമുക്ക് ഒരു മൈനസ് കോമൺ എടുക്കാം. അപ്പോൾ ഇതെല്ലാം പോസിറ്റീവ് ടൈം ആവും. മൈനസ് ലെഫ്റ്റ് സൈഡിലേക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പം ഇതിനെങ്ങനെ എഴുതുന്നത്? ദാറ്റ് ഈസ് 2a പ്ലസ് 6c ഡിവൈഡഡ് ബൈ b⁴ മൈനസ് 4d മൈനസ് അല്ല പ്ലസ് 4d divided by b² is equal to minus of s divided by 2. Equation number 7. Okay, അടുത്തത് നമുക്ക് ഈ സെയിം ബൗണ്ടറി തന്നെ ആർ ഇസ് ഈക്വൽ ടു ബി ഇക്വേഷൻ 4 ഇംപ്ലൈസ് എന്ന് പറഞ്ഞാൽ ഷിയർ സ്ട്രെസ്സിൻ്റെ ഇക്വേഷനിലേക്ക് നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം അല്ലേ? ആർ ഇസ് ഈക്വൽ ബിയിൽ ഷിയർ സ്ട്രെസ്സിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് മൈനസ് ഓഫ് S/2 ഇൻറ്റു sin 2 തീറ്റയാണ്. ഓൾറെഡി നമ്മൾ അതിനകത്തിൽ കൊടുത്തിട്ടുണ്ട് ഷിയർ സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഈ റൈറ്റ് സൈഡ് നമുക്ക് എന്തായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? മൈനസ് ഓഫ് sin 2 തീറ്റ ഡിവൈഡഡ് ബൈ sin 2 തീറ്റ. ഓക്കെ, എഴുതിയിരിക്കുന്ന ഇക്വേഷനെ ഞാൻ 2a പ്ലസ് 6b, ഇവിടെ 6b a² ആയിരുന്നു, ഇവിടെ എന്തായിട്ട് മാറി? എ എന്നുള്ളത് ബി ആയിട്ട് മാറും. കാരണം നമ്മൾ എടുത്തിരിക്കുന്ന ബൗണ്ടറി ആർ ഇസ് ഈക്വൽ ടു ബി ആണ്. ഓക്കെ, അപ്പോൾ 6b b² മൈനസ് 6c ഡിവൈഡഡ് ബൈ b⁴ മൈനസ് 2d ഡിവൈഡഡ് ബൈ b² ഇൻറ്റു sin 2 തീറ്റ ഇൻറ്റു sin 2 തീറ്റ. ഓക്കെ, ഈസ് ഈക്വൽ ടു, ഇവിടെ 0 ആയിരുന്നു ഈ ഒരു പർട്ടിക്കുലർ കേസ് ആർ ഇസിക്കൽ എയിൽ. ആർ ഇസിക്കൽ ബിയിൽ ഞാൻ ഓൾറെഡി പറഞ്ഞു മൈനസ് ഓഫ് S/2 ഇൻറ്റു sin 2 തീറ്റ. അപ്പോൾ അതിന് പകരം നമുക്ക് എന്താണ്? മൈനസ് ഓഫ് S/2 ഇൻറ്റു sin 2 തീറ്റ. ഇതൊക്കെ ക്യാൻസൽ ആയി പോകും. ഈ sin 2 തീറ്റയും sin 2 തീറ്റയും ക്യാൻസൽ ആയി പോകും. ബാക്കി എന്ത് വരും? 2a പ്ലസ് 6b b² മൈനസ് 6c ഡിവൈഡഡ് ബൈ b⁴ 2a plus 6b² minus 6c divided by b⁴ minus 2d divided by b² is equal to minus of s divided by 2. Equation number 8. Okay, ഇപ്പോൾ നിങ്ങൾ നോക്കിയേ, ഇവിടെ നമുക്ക് 4 ഇക്വേഷൻസ് കിട്ടി അല്ലേ? ഇക്വേഷൻ നമ്പർ 5, ഇക്വേഷൻ നമ്പർ 6, ഇക്വേഷൻ നമ്പർ 7, ഇക്വേഷൻ നമ്പർ 8. എത്ര അൺനോൺസ് ഉണ്ട്? 4 ഇക്വേഷൻസും ഉണ്ട്, 4 അൺനോൺസും ഉണ്ട്. ഓക്കെ, അപ്പോൾ ആ ഇക്വേഷൻസ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ എയും ബിയും സിയും ഡി എന്ന് പറയുന്ന കോൺസ്റ്റൻസിൻ്റെ വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇനി അതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ചെയ്യാനുള്ള ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ട് ആ 4 ഇക്വേഷൻസും ഞാൻ ഇങ്ങോട്ടൊന്ന് എഴുതിയിട്ടുണ്ട്. ഇക്വേഷൻ നമ്പർ 5, 6, 7, 8. ഓക്കെ, ഇനി ഇത് സോൾവ് ചെയ്തിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? ഈ കോൺസ്റ്റൻസിൻ്റെ വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന ഒരു അസംഷൻ എന്ന് പറയുന്നത് a ഡിവൈഡഡ് ബൈ b ഈസ് ഈക്വൽ ടു 0 എന്നുള്ളൊരു അസംഷനിലാണ് നമ്മൾ ഈ ഒരു ഇക്വേഷൻസ് സോൾവ് ചെയ്യുന്നത്. കാരണം നമുക്കറിയാം a എന്ന് പറയുന്നത് വെരി ലെസ് ദാൻ b. കാരണം നമ്മൾ സ്മോൾ ഹോളാണ് കൺസിഡർ ചെയ്യുന്നത്. അതിൻ്റെ റേഡിയസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ ഔട്ടർ റേഡിയസ് എന്ന് പറഞ്ഞാൽ പ്ലേറ്റിൻ്റെ വിഡ്ത്തുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ ഈ എ എന്ന് പറയുന്ന ഹോളിൻ്റെ
റേഡിയസ് എന്ന് പറയുന്നത് വളരെ എന്താണ് സ്മോളാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് A/B വരുന്ന റേഷ്യോസ് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യും? 0 ആയിട്ട് കൺസിഡർ ചെയ്യും. ആ ഒരു അസംഷനിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഈ ഇക്വേഷൻസ് സോൾവ് ചെയ്ത് ഈ കോൺസ്റ്റൻസിൻ്റെ വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പം ഇവിടെ നോൺ സീറോ ആയിട്ട് വരുന്ന രണ്ട് ഇക്വേഷൻസ്, ഈ രണ്ട് ഇക്വേഷൻസിലേക്ക് ഞാൻ ഒരു A² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണ്. ആദ്യം ഞാൻ ഇക്വേഷൻ 7 ഇൻറ്റു A² ഓൺ ബോത്ത് സൈഡ്സ്, രണ്ട് സൈഡിൽ ഞാൻ A² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുവാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെ വരും? ഇക്വേഷൻ 7 നമ്മൾ A² കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം 2A A² പ്ലസ് 6C A² ഡിവൈഡഡ് ബൈ B⁴ പ്ലസ് 4D A² ഡിവൈഡഡ് ബൈ B² ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് S ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു A². ദാറ്റ് ഈസ് 2A A² പ്ലസ് 6C A² ഡിവൈഡഡ് ബൈ B⁴ ഞാൻ സ്പ്ലിറ്റ് ചെയ്ത് എഴുതുകയാണ്, B² ഇൻറ്റു B². ഓക്കെ, പ്ലസ് 4D A² ഡിവൈഡഡ് ബൈ B² ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് S ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു A². ഇവിടെ ഏതൊക്കെ ക്യാൻസൽ ആയി പോകും? ഞാൻ ഓൾറെഡി പറഞ്ഞു A/B റേഷ്യോ വരുന്നത് എന്താണ്? 0 ആയിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അതുപോലെ ഇവിടെ നമുക്ക് 0 ആയിട്ട്. അപ്പോൾ ഈ രണ്ട് ടൈം എന്താ? എലിമിനേറ്റ് ചെയ്ത് പോകും. ബാക്കി എന്ത് വരും? 2A A² ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് S ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു A². ഏതൊക്കെ ക്യാൻസൽ ചെയ്ത് കളയാം? A² നമുക്ക് ക്യാൻസൽ ചെയ്ത് കളയാം. ദറ്റ് ഈസ് A ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് S ഡിവൈഡഡ് ബൈ 2 ഇങ്ങോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേന് എന്തായിട്ട് മാറും? 4 ആയിട്ട് മാറും. അപ്പം എയുടെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി? മൈനസ് ഓഫ് S ഡിവൈഡഡ് ബൈ 4. ഇനി അടുത്ത നോൺ സീറോ ആയിട്ട് വരുന്ന, റൈറ്റ് സൈഡ് നോൺ സീറോ ആയിട്ട് വരുന്ന ഒരു ഇക്വേഷൻ എന്ന് പറയുന്നത് ഇക്വേഷൻ നമ്പർ 8 ആണ് അല്ലേ. ഇനി ഈ 8 എന്ന് പറയുന്ന ഇക്വേഷനെ ഞാൻ ഈ ചെയ്ത പോലെ തന്നെ A² വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാൻ പോവാണ്. ഓക്കെ, therefore ഇക്വേഷൻ 8 ഇൻറ്റു ഇക്വേഷൻ 8 ഇൻറ്റു A². ഇപ്പോൾ A² നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്ന എഴുതാം. ദാറ്റ് ഈസ് 2A A² പ്ലസ് 6B A² B² മൈനസ് 6C A² ഡിവൈഡഡ് ബൈ B⁴ മൈനസ് 2D A² ഡിവൈഡഡ് ബൈ B² ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് S ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു A². ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? ദാറ്റ് ഈസ് 2A A² പ്ലസ് 6B A² B² മൈനസ് 6C A² ഡിവൈഡഡ് ബൈ, ഞാൻ മുമ്പേ പറഞ്ഞ പോലെ തന്നെ B² ഇൻറ്റു B² എന്ന് പറഞ്ഞ് സ്പ്ലിറ്റ് ചെയ്തെടുക്കാം, മൈനസ് 2D A² ഡിവൈഡഡ് ബൈ B² ഈസ് ഈക്വൽ ടു മൈനസ് ഓഫ് S ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു A². ഓക്കെ, അപ്പം A/B റേഷ്യോ രണ്ടിടത്തും നമുക്ക് 0 ആയിട്ട് കൺസിഡർ. അപ്പോൾ ഈ രണ്ട് ടൈം എലിമിനേറ്റ് ചെയ്ത് പോയി അല്ലേ. ബാക്കി എന്തുണ്ട്? ഈ 2A A², എയുടെ വാല്യൂ ഓൾറെഡി നമുക്കറിയാം എന്താണ്? മൈനസ് ഓഫ് 4/S ആണെന്നുള്ളത് അല്ലേ. അപ്പം 6B A² B², ഓക്കെ, ഈസ് ഈക്വൽ ടു റൈറ്റ് സൈഡിൽ എന്തുണ്ട്? മൈനസ് ഓഫ് S ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു A². ഇവിടെ പ്ലസ് 2A² ആണ് അല്ലേ. അത് റൈറ്റ് സൈഡിലേക്ക് വരുമ്പോൾ എന്തായിട്ട് മാറും? മൈനസ് ഓഫ് 2 ഇൻറ്റു A എന്ന് പറഞ്ഞാൽ എന്താണ്? മൈനസ് ഓഫ് S/4 ആണ് അല്ലേ. അപ്പം മൈനസ് ഓഫ് മൈനസ് എന്തായിട്ട് മാറും? പ്ലസ് ആയിട്ട് മാറും. 2 ഇൻറ്റു S/4 ഇൻറ്റു എന്തുണ്ട്? A² ഉണ്ട്. ഓക്കെ, ദാറ്റ് ഈസ് 6B A² B² ഈസ് ഈക്വൽ ടു, രണ്ടിടത്ത് ഏത് കോമൺ എടുക്കാം നമുക്ക്? ഇവിടെ ഒരു 2 ഇവിടെ നമുക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഡിനോമിനേറ്ററിൽ 2 കിട്ടും അല്ലേ. ബാക്കി എന്ത് കോമൺ എടുക്കാനുണ്ട്? S/2 A² നമുക്ക് രണ്ടിടത്തു നിന്ന് കോമൺ എടുക്കാം. ദാറ്റ് ഈസ് S/2 A² കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി ഈ ടൈമിൽ എന്തുണ്ട്? പിന്നെ റിമൈനിങ് -1 അല്ലേ. ഈ ഒരു ടൈമിൽ എന്തുണ്ട്? റിമൈനിങ് +1. അപ്പോൾ അതെന്തായിട്ട് മാറും? അത് 0 ആയിട്ട് മാറും. ഓക്കെ, അപ്പം ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് കിട്ടും? 0 ആയിട്ട് കിട്ടും. ഓക്കെ, ഇനി അടുത്തതായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യാൻ പോകുന്ന രണ്ട് ഇക്വേഷൻസ് എന്ന് പറയുന്നത് ഈ എഴുതിയിരിക്കുന്ന രണ്ട് ഇക്വേഷൻസ് ആണ്. ഇക്വേഷൻ 5ഉം ഇക്വേഷൻ 6ഉം. ഓക്കെ, that is equation 5 implies, okay, equation 5 ഞാൻ ഇവിടോട്ടൊന്ന് ആദ്യം എടുത്തെഴുതാം. that is 2A plus 6C divided by A⁴ plus 4D divided by A² is equal to 0.
ഇതിനകത്ത് ഏതിൻ്റെ വാല്യൂ നമുക്കറിയാം, ഈ എ എന്ന് പറയുന്ന കോൺസ്റ്റൻ്റെ വാല്യൂ നമുക്കറിയാം -(s/4) ആണെന്ന് നമുക്കറിയാം അല്ലേ. അങ്ങനെയാണെങ്കിൽ 6c ഡിവൈഡഡ് ബൈ a⁴ പ്ലസ് 4d ഡിവൈഡഡ് ബൈ a² ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു -(s/4). s/4ലെ 4ഉം ഈ 2ഉം കൂടെ ക്യാൻസൽ ആയിട്ട് ബാക്കി എന്തിനും -(s/2) എന്ന് വരും. അത് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ അതെന്തായിട്ട് മാറും പ്ലസ് s/2. ഇതിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ പറയാം, എയുടെ വാല്യൂ എന്ന് പറയുന്നത് -(s ഡിവൈഡഡ് ബൈ 4) ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് റൈറ്റ് സൈഡിൽ s/2 എന്ന് കിട്ടും. ഓക്കെ, ഇക്വേഷൻ നമ്പർ 9. ഓക്കെ, ഇനി അതുപോലെ തന്നെ നമുക്ക് അടുത്ത ഏത് ഇക്വേഷൻ കൺസിഡർ ചെയ്യാം, ആറാമത്തെ ഇക്വേഷൻ നമുക്ക് കൺസിഡർ ചെയ്യാം. ദെർഫോർ ഇക്വേഷൻ 6 ഇംപ്ലൈസ്, ആറാമത്തെ ഇക്വേഷൻ ഞാൻ ഒന്നുകൂടെ എടുത്തെഴുതാം. ദാറ്റ് ഈസ് 2a പ്ലസ് 6b a² മൈനസ് 6c ഡിവൈഡഡ് ബൈ a⁴ മൈനസ് 2d ഡിവൈഡഡ് ബൈ a² ഈസ് ഈക്വൽ ടു 0. ഇതിനകത്തിൽ ബിയുടെ വാല്യൂ നമുക്കറിയാം എന്താണെന്ന് അറിയാം, 0 ആണെന്ന് അറിയാം. അപ്പോൾ ആ ടൈം എലിമിനേറ്റ് ആയിപ്പോയി അല്ലേ. എയുടെ വാല്യൂ ഞാൻ ഓൾറെഡി പറഞ്ഞു എന്താണ് -(s/4). ഓക്കെ, അങ്ങനെയാണെങ്കിൽ ബാക്കി വരുന്നത് എന്തായിരിക്കും, ദാറ്റ് ഈസ് -(6c ഡിവൈഡഡ് ബൈ a⁴ മൈനസ് 2d ഡിവൈഡഡ് ബൈ a² ഈസ് ഈക്വൽ ടു, മുമ്പേ പറഞ്ഞ പോലെ തന്നെ കട്ട് ചെയ്യുമ്പോൾ -(s/2) എന്ന് വരും. അത് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോഴത്തേന് പ്ലസ് s/2 എന്ന് വരും. ദാറ്റ് ഈസ് ഇക്വേഷൻ നമ്പർ 10. ഓക്കെ, ഇനി ഈ 9ാമത്തെ ഇക്വേഷനും 10ാമത്തെ ഇക്വേഷനും ഒന്ന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ 2 ഇക്വേഷൻ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ സിയുടെ ടേം എലിമിനേറ്റ് ആയി പോകും. ഓക്കെ, അപ്പോൾ ഇക്വേഷൻ 9 പ്ലസ് ഇക്വേഷൻ 10 ഇംപ്ലൈസ് ഈ 2 ഇക്വേഷനോടെ നമുക്കൊന്ന് ആഡ് ചെയ്യാം. അപ്പോൾ ആഡ് ചെയ്യുമ്പോഴത്തേന് എങ്ങനെ വരും, 6c ഡിവൈഡഡ് ബൈ a⁴ മൈനസ് 6c ഡിവൈഡ് ബൈ അത് രണ്ടും ക്യാൻസൽ ആയി പോകും. ഇവിടെ എന്ത് വരും, 4d ബൈ a² പ്ലസ് -(2d ഡിവൈഡ് ബൈ a². അപ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് എന്തായിരിക്കും, 2d ഡിവൈഡഡ് ബൈ a² ഈസ് ഈക്വൽ ടു s/2 പ്ലസ് s/2. അപ്പോൾ എന്തായിട്ട് വരും, 2s/2 എന്ന് വരും അല്ലേ. 2s ഡിവൈഡഡ് ബൈ 2, അതിനകത്ത് ഈ 2ഉം 2ഉം കൂടെ ക്യാൻസൽ ആയി പോകും. ഓക്കെ, ദെർഫോർ ഇതിൽ നിന്ന് നമുക്ക് ഡിയുടെ വാല്യൂ എങ്ങനെ കിട്ടും, a² ഇങ്ങോട്ട് പോകും, ദാറ്റ് ഈസ് a²s ഡിവൈഡഡ് ബൈ ഈ 2 താഴേക്ക് വരും അല്ലേ, ദാറ്റ് ഈസ് ഡിവൈഡഡ് ബൈ 2. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വാല്യൂ കിട്ടി, ഡിയുടെ വാല്യൂ കിട്ടി. ഓക്കെ, അപ്പോൾ ഈ ഡിയുടെ വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ തിരിച്ച് ഈ 9ാമത്തെ ഇക്വേഷൻ അല്ലെങ്കിൽ 10ാമത്തെ ഇക്വേഷനിലേക്ക് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഡിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിയുടെ വാല്യൂ നമുക്ക് കിട്ടും. ഓക്കെ, ഞാൻ 9ാമത്തെ ഇക്വേഷനിലേക്കാണ് ഞാൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പോകുന്നത്. ദെയർഫോർ ഇക്വേഷൻ 9 ഇംപ്ലൈസ്, 9ാമത്തെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്, 6c ഡിവൈഡഡ് ബൈ a⁴ പ്ലസ് 4 ഡിവൈഡഡ് ബൈ a² ഇൻറ്റു ഡിയുടെ വാല്യൂ ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് എന്താണ്, ഇൻറ്റു a²s ഡിവൈഡഡ് ബൈ 2 ഈസ് ഈക്വൽ ടു എന്താണ്, s/2. നമുക്ക് വേണ്ടത് ഏതിൻ്റെ വാല്യൂ ആണ്, സിയുടെ വാല്യൂ ആണ് അല്ലേ. അപ്പോൾ നമുക്ക് ഈ ഒരു ടേം ഇവിടെ നിർത്താം, 6c ഡിവൈഡഡ് ബൈ a⁴ ഈസ് ഈക്വൽ ടു s/2. ദാറ്റ് ഈസ് a² നമുക്കിവിടെ ക്യാൻസൽ ചെയ്യാൻ പറ്റും. ഈ 2ഉം 4ഉം ക്യാൻസൽ ചെയ്യുമ്പം ന്യൂമറേറ്ററിൽ 2 വരും അല്ലേ. അപ്പോൾ 2s എന്ന് വരും അല്ലേ. അപ്പം ഇത് റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ എന്തായിട്ട് മാറും, -(2s). ഓക്കെ, ദാറ്റ് ഈസ് 6c ഡിവൈഡഡ് ബൈ a⁴ ഈസ് ഈക്വൽ ടു s/2 മൈനസ് 2s അല്ലേ. അപ്പോൾ LCM എടുത്തു കഴിഞ്ഞാൽ s ഡിവൈഡഡ് ബൈ s മൈനസ് 4s ഡിവൈഡഡ് ബൈ ഓൾ ഡിവൈഡഡ് ബൈ 2. ദാറ്റ് ഈസ് c ഈസ് ഈക്വൽ ടു, ഇത് സബ്ട്രാക്ട് ചെയ്യുമ്പോൾ -(3s ഡിവൈഡഡ് ബൈ 2 എന്ന് വരും, ഇൻറ്റു ഈ a⁴ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പം ന്യൂമറേറ്ററിലേക്ക് വരും, അതുപോലെ 6 മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴത്തേന് അത് ഡിനോമിനേറ്ററിലേക്ക് വരും അല്ലേ. ഏതൊക്കെ ക്യാൻസലാവും, 3ഉം 6ഉം കൂടെ കട്ട് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് എന്താണ്, 2 ആയിരിക്കും. ഓക്കെ, അപ്പോൾ 2 × 2 4. അപ്പം സിയുടെ വാല്യൂ എന്ന് പറയുന്നത് -(a⁴s) ഇവിടെ ഒരു s ഉണ്ട്, s ഡിവൈഡഡ് ബൈ 4 ഇതായിരിക്കും സിയുടെ വാല്യൂ. ഇങ്ങനെയാണ് ആ കോൺസ്റ്റൻസിൻ്റെ വാല്യൂസ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഓക്കെ, -(a⁴s) ഡിവൈഡഡ് ബൈ 4. ഇനി ഇപ്പം നമുക്ക് എ എന്ന് പറയുന്ന കോൺസ്റ്റൻ്റെ വാല്യൂ കിട്ടി, ഞാൻ ഇവിടോട്ട് എഴുതാം. എ എന്ന് പറയുന്ന കോൺസ്റ്റൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയിരിക്കുന്നത് -(s ഡിവൈഡഡ് ബൈ 4) ആണ്. ബി എന്ന് പറയുന്ന കോൺസ്റ്റൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയിരിക്കുന്നത് 0 ആണ്. അതുപോലെ ഡി എന്ന് പറയുന്ന കോൺസ്റ്റൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയിരിക്കുന്നത് a²s ഡിവൈഡഡ് ബൈ 2ഉം സി എന്ന് പറയുന്ന കോൺസ്റ്റൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയിരിക്കുന്നത് -(a⁴s ഡിവൈഡഡ് ബൈ 4ഉമാണ് കിട്ടിയിരിക്കുന്നത്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഈ കോൺസ്റ്റൻസിൻ്റെ വാല്യൂസ് നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിരിക്കുന്ന സ്ട്രെസ് കമ്പൗണ്ട്സിൻ്റെ ഇക്വേഷനിലേക്ക് കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫൈനൽ സൊല്യൂഷൻ നമുക്ക് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് സ്ട്രെസ് കമ്പൗണ്ട്സിൻ്റെ ഇക്വേഷൻസ് ഒന്ന് കൺസിഡർ ചെയ്യാം. അത് ഞാൻ σRrൻ്റെ ഇക്വേഷൻ എഴുതാം. σRr ഈസ് ഈക്വൽ ടു
minus of 2a minus of 6c divided by r raised to 4 minus of 4d divided by r square into cos 2 theta is equal to minus of 2 into എയുടെ വാല്യൂ എന്ന് പറയുന്നത് ഓൾറെഡി നമ്മളിവിടെ കണ്ടുപിടിച്ചിട്ടുണ്ട്. എന്താണ്? മൈനസ് ഓഫ് എസ് ഡിവൈഡഡ് ബൈ 4 മൈനസ് ഓഫ് എസ് ഡിവൈഡഡ് ബൈ 4 മൈനസ് ഓഫ് 6 ഡിവൈഡഡ് ബൈ ആർ റേസ് ടു 4 ഇൻറ്റു സിയുടെ വാല്യൂ മൈനസ് ഓഫ് എ സ്ക്വയർ എസ് ഡിവൈഡഡ് ബൈ 4 മൈനസ് ഓഫ് 4 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ഇൻറ്റു ഡിയുടെ വാല്യൂ എന്ന് പറയുന്നത് എ സ്ക്വയർ എസ് ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു കോസ് 2 തീറ്റ. ഓക്കെ, ഇവിടെ നമുക്ക് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 2 കിട്ടും. അതുപോലെ ഇവിടെയും ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ 2 വെച്ച് ക്യാൻസൽ ചെയ്ത് 3 2 വന്ന് കിട്ടും അല്ലേ. അപ്പോൾ എല്ലായിടത്തും നമുക്ക് ഇവിടെ എസ് ബൈ 2 കൊണ്ട് കോമൺ എടുക്കാൻ, ഇവിടെ എസ് ബൈ 2 ഉണ്ട്, ഇവിടെ നമുക്ക് എസ് ബൈ 2 കോമൺ എടുക്കാം. ഓക്കെ, അപ്പോൾ എസ് ബൈ 2 വെളിയിലെടുത്തു. ബാക്കി എന്ത് വരും? ദറ്റ് ഈസ് സിഗ്മ ആർ ആർ ഈസ് ഈക്വൽ ടു എസ് ബൈ 2 ഇൻറ്റു ഇവിടെ മൈനസ് ഓ മൈനസ് എന്തായിട്ട് മാറും? പ്ലസ് ആയിട്ട് മാറും. എസ് ബൈ 2 വെളിയിലെടുത്തു. അപ്പോൾ ബാക്കി പിന്നെ റിമൈനിങ് ആയിട്ട് വരുന്നത് എന്ത് മാത്രമേ ഉള്ളൂ? ഇവിടെ 1 മാത്രമേ ഉള്ളൂ അല്ലേ. 1. അടുത്തത് എന്തായിരിക്കും? ഇവിടെയും മൈനസ് ഓഫ് മൈനസ് ആണ്, അപ്പോൾ അത് എന്തായിട്ട് മാറി? പ്ലസ് ആയിട്ട് മാറി. ഓക്കെ, അപ്പം എസ് ബൈ 2 നമ്മൾ വെളിയിലെടുത്തു. ബാക്കിയുള്ളതെന്ന് പറയുന്നത് 3 എ സ്ക്വയർ ഡിവൈഡഡ് ബൈ എന്നുണ്ട് ആർ റൈസ് ടു 4 ഉണ്ട്. ഓക്കെ, അടുത്ത ടേമിനകത്തിൽ എങ്ങനെ വരും? മൈനസ് ഓഫ് ഇവിടെ എസ് ബൈ 2 നമ്മൾ വെളിയിലെടുത്തു. ബാക്കി മൈനസ് ഓഫ് 4 എ സ്ക്വയർ ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ഇൻറ്റു കോസ് 2 തീറ്റ. ഓക്കെ, ഇതായിരിക്കും സിഗ്മ ആർ ആറിൻ്റെ ഇക്വേഷൻ. ഓക്കെ, ഇനി അടുത്ത ഇക്വേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഇതിൻ്റെയാണ് സിഗ്മ തീറ്റയുടെ ഇക്വേഷൻ നമുക്ക് കൺസിഡർ ചെയ്യാം. നൗ സിഗ്മ തീറ്റ. അപ്പോൾ സിഗ്മ തീറ്റയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഓൾറെഡി നമ്മൾ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. ഞാൻ ആ ഇക്വേഷൻ ഒന്ന് എഴുതാം. നൗ സിഗ്മ തീറ്റ ഈസ് ഈക്വൽ ടു 2a പ്ലസ് 12b ആർ സ്ക്വയർ പ്ലസ് 6c ഡിവൈഡഡ് ബൈ ആർ റൈസ് ടു 4 ഇൻറ്റു കോസ് 2 തീറ്റ. ഇതായിരുന്നു സിഗ്മ തീറ്റയുടെ ഇക്വേഷൻ. ഓക്കെ, അതിലേക്ക് കോൺസ്റ്റൻസിൻ്റെ വാല്യൂസ് നമുക്ക് അപ്ലൈ ചെയ്യാം. കോൺസ്റ്റൻ്റ് വാല്യൂ എന്ന് പറയുന്നത് എന്തൊക്കെ വരും? ദാറ്റ് ഈസ് എയുടെ വാല്യൂ എന്ന് പറയുന്നത് 2 ഇൻറ്റു എയുടെ വാല്യൂ എന്ന് പറയുന്നത് മൈനസ് ഓഫ് എസ് ഡിവൈഡ് ബൈ 4 പ്ലസ് 12 ഇൻറ്റു ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. ഓക്കെ, പ്ലസ് 6 ഡിവൈഡ് ബൈ ആർ റൈസ് ടു 4 ഇൻറ്റു സി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈനസ് ഓഫ് എ റൈസ് ടു 4 എസ് ഡിവൈഡ് ബൈ 4. ഓക്കെ, ഇൻറ്റു കോസ് 2 തീറ്റ. ഓക്കെ, ദറ്റ് ഈസ് സിഗ്മ തീറ്റ ഈസ് ഈക്വൽ ടു ഇവിടെ നമുക്ക് കട്ട് ചെയ്യുമ്പോൾ 2 വരും. രണ്ടാമത്തെ ടേം എന്തായിപ്പോയി? 0 ആയിപ്പോയി. മൂന്നാമത്തെ ടേം എന്ന് പറയുമ്പോഴത്തേന് 2 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പം 3 2 വരും. എല്ലായിടത്തും നമുക്ക് ഏത് കോമൺ എടുക്കാം? എസ് ബൈ 2 നമുക്ക് കോമൺ എടുക്കാം. ഓക്കെ, ബാക്കി എന്തുണ്ട്? ഇവിടെ നമുക്ക് മൈനസ് എസ് ബൈ 2 കോമൺ എടുക്കാം. മൈനസ് എസ് ബൈ 2 കോമൺ എടുത്തു കഴിഞ്ഞാൽ ഈ ഇക്വേഷനിൽ നിന്ന് മൈനസ് എസ് ബൈ 2 നമ്മൾ കോമൺ എടുത്തു കഴിഞ്ഞാൽ ബാക്കി എന്തുണ്ട്? ഇവിടെ 1 ഉണ്ട് അല്ലേ. ഈ ടൈമിന് അതിൽ നിന്ന് എസ് ബൈ 2 നമ്മൾ വെളിയിലേക്ക് എടുത്തു. മൈനസ് ആണ് എടുത്തത്. അപ്പോൾ പ്ലസ് 3 എ റൈസ് ടു 4 ഡിവൈഡഡ് ബൈ ആർ റൈസ് ടു 4 ഇൻറ്റു കോസ് 2 തീറ്റ. ഇതാണ് സിഗ്മ തീറ്റയുടെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഇക്വേഷൻ. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത് ഏതാണ്? ഷിയർ സ്ട്രെസ് ടോ ആർ തീറ്റയുടെ ഇക്വേഷൻ എന്ന് പറയുന്നത് 2a പ്ലസ് 6b ആർ സ്ക്വയർ മൈനസ് 6c ഡിവൈഡഡ് ബൈ ആർ റൈസ് ടു 4 മൈനസ് 2d ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ഇൻറ്റു സൈൻ 2 തീറ്റ. ഇതായിരുന്നു ടോ ആർ തീറ്റയുടെ നമ്മൾ ഡിറൈവ് ചെയ്ത ഇക്വേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിലേക്ക് നമുക്ക് കോൺസ്റ്റൻസിൻ്റെ വാല്യൂസ് അപ്ലൈ ചെയ്യാം. ദറ്റ് ഈസ് 2 ഇൻറ്റു എയുടെ വാല്യൂ എന്ന് പറയുന്നത് മൈനസ് ഓഫ് എസ് ഡിവൈഡഡ് ബൈ 4 പ്ലസ് 6 ഇൻറ്റു ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. മൈനസ് 6 ഡിവൈഡഡ് ബൈ ആർ റൈസ് ടു 4 ഇൻറ്റു സിയുടെ വാല്യൂ എന്ന് പറയുന്നത് മൈനസ് ഓഫ് എ റൈസ് ടു 4 എസ് ഡിവൈഡഡ് ബൈ 4. ഓക്കെ, മൈനസ് ഓഫ് 2 ഡിവൈഡഡ് ബൈ ആർ സ്ക്വയർ ഇൻറ്റു ഡിയുടെ വാല്യൂ എന്ന് പറയുന്നത് എ സ്ക്വയർ എസ് ഡിവൈഡഡ് ബൈ 2. ഓക്കെ, ഇൻറ്റു എന്തുണ്ട്? ഇൻറ്റു സൈൻ 2 തീറ്റ ആണ്. ഓക്കെ, നമുക്ക് ഇവിടെ 2 ക്യാൻസൽ ചെയ്ത് കളയാം.
ഇവിടെ 2 വരും, രണ്ടാമത്തെ ടൈം 0 ആയി പോകും, മൂന്നാമത്തെ ടൈമിൽ 2 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പോൾ 3 2 വരും. ഓക്കെ, അപ്പം നമുക്ക് ഇവിടുന്ന് എല്ലായിടത്തും ഏത് കോമൺ എടുക്കാം? S/2 നമുക്ക് കോമൺ എടുക്കാം. ദാറ്റ് ഈസ് ഇവിടെ -S/2 നമുക്ക് കോമൺ എടുക്കാം. ദാറ്റ് ഈസ് ടോ r θ = -(s/2) ഇൻറ്റു ആദ്യത്തെ ടൈമിൽ നിന്ന് S/2 പോയി കഴിഞ്ഞാൽ ബാക്കി 1 ആണ് അല്ലേ. ഇവിടുന്ന് മൈനസ് പ്ലസ് ആണ്, അതിൽ നിന്ന് മൈനസ് നമ്മൾ വെളിയിലേക്ക് എടുത്ത് അല്ലേ. അപ്പം അകത്ത് എന്ത് വരണം? മൈനസ് വരണം. ദാറ്റ് ഈസ് 3a⁴ ഡിവൈഡഡ് ബൈ r⁴. അപ്പോൾ ഇവിടെയും -(s/2) നമ്മൾ എടുത്തു, ബാക്കി എന്തുണ്ട്? പ്ലസ് ആണ്. പ്ലസ് 2a² ഡിവൈഡഡ് ബൈ r² ഇൻറ്റു സൈൻ 2θ. ഇതായിരിക്കും ടോ r θയുടെ സ്ട്രെസ് കമ്പോണൻറ്റ്, ടോ r θയുടെ ഇക്വേഷൻ. ഓക്കെ, അപ്പം ഈ ഇക്വേഷൻസ് ആണ് വേരിയബിൾ പാർട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ് കമ്പോണൻസിൻ്റെ ഇക്വേഷൻസ് എന്ന് പറയുന്നത് അല്ലേ. ഓൾറെഡി നമുക്ക് കോൺസ്റ്റൻറ്റ് പാർട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള രണ്ട് സ്ട്രെസ് ഇക്വേഷൻസ് σ₀ σθ₃ കിട്ടും. കാരണം σ₁ ഇക്വേഷനിലും σθ₃ ഇക്വേഷൻ നമ്മളിവിടെ കൺസിഡർ ചെയ്യുവാണെങ്കിൽ ഈ കിട്ടിയിരിക്കുന്ന σr₁ ഇക്വേഷനിലും σθ₃ ഇക്വേഷനിലും അതിൽ കോൺസ്റ്റൻറ്റ് പാർട്ടും ഉണ്ട്, പിന്നെന്താണ് വേരിയബിൾ പാർട്ടും ഉണ്ട്. പക്ഷേ ഷിയർ സ്ട്രെസ്സിനകത്തിൽ വേരിയബിൾ പാർട്ട് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പം σr₁ σθ₃ കോൺസ്റ്റൻറ്റ് പാർട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ്സിൻ്റെ ഇക്വേഷനും ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വേരിയബിൾ പാർട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷനോടെ കമ്പൈൻ ചെയ്താലേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ? ഫൈനൽ സൊല്യൂഷൻ കിട്ടത്തുള്ളൂ. ഓക്കെ, അപ്പം നമ്മുടെ ഫൈനൽ സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം? രണ്ട് പാർട്ടിനും കറസ്പോണ്ടിങ് ആയിട്ടുള്ള സ്ട്രെസ് കമ്പോണൻസ് ആഡ് ചെയ്യണം. ദാറ്റ് ഈസ് σr₁ = S/2 ഇൻറ്റു 1 - a² ബൈ r² പ്ലസ് S/2. ഇത്രയും എന്ന് പറഞ്ഞാൽ കോൺസ്റ്റൻറ്റ് പാർട്ടാണ്. അതിൻ്റെ കൂടെ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന വേരിയബിൾ പാർട്ടൂടെ നമുക്ക് ആഡ് ചെയ്യണം. അപ്പോൾ S/2 ഇൻറ്റു 1 + 3a⁴ ഡിവൈഡഡ് ബൈ r⁴ മൈനസ് 4a² ഡിവൈഡഡ് ബൈ r² ഇൻറ്റു cos 2θ. ഓക്കെ, അതുപോലെ σθ₃ = കോൺസ്റ്റൻറ്റ് പാർട്ടിന് കറസ്പോണ്ടിങ് ആയ സൊല്യൂഷൻ നമുക്ക് കിട്ടിയിരുന്നു. അതും നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന വേരിയബിൾ പാർട്ടിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഈ കിട്ടിയിരിക്കുന്ന ഇക്വേഷനോട് നമ്മൾ എന്ത് ചെയ്യണം? കമ്പൈൻ ചെയ്യണം. ഓക്കെ, ദറ്റ് ഈസ് σθ₃ = S/2 ഇൻറ്റു 1 + a² ബൈ r² മൈനസ് S/2 ഇൻറ്റു 1 + 3a⁴ ഡിവൈഡഡ് ബൈ r⁴ ഇൻറ്റു cos 2θ. ഓക്കെ, അതുപോലെ ടോ r θയ്ക്ക് വേരിയബിൾ പാർട്ട് മാത്രമേ ഉള്ളൂ. ദാറ്റ് ഈസ് -(s) ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 1 - 3a⁴ ഡിവൈഡഡ് ബൈ r⁴ പ്ലസ് 2a² ഡിവൈഡഡ് ബൈ r² ഇൻറ്റു സൈൻ 2θ. ഇതാണ് നമുക്ക് വേണ്ട റിക്വയർഡ് ആയിട്ടുള്ള ഫൈനൽ സൊല്യൂഷൻ. ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രെസ് കോൺസെൻട്രേഷൻ്റെ സ്ട്രെസ് ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ ഈ ഒരു ഇക്വേഷനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻസ് നിങ്ങൾ അറിഞ്ഞിരിക്കുക. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 3 ഇക്വേഷൻസ് ആണ്. ഓക്കെ, താങ്ക് യു.